ഗുഡ് ഈവനിങ്. മാറ്റിൻ ലീഫ് വെബിനാറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അതുപോലെ വ്യാഴാഴ്ചകളിൽ നമ്മളൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ചെയ്യുന്നത്. ഹോളിസ്റ്റിക് ഹെൽത്ത്, അതുപോലെ ഹോളിസ്റ്റിക് മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്. അപ്പൊ ഇന്ന് മൈൻഡ്ഫുൾനെസ്സുമായി ബന്ധപ്പെട്ട് ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ ഒരു സെഷൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് എളമ്പോ സാറാണ്. സാറ് ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീഷണറാണ്. അതോടൊപ്പം മൈൻഡ്ഫുൾനെസിന്റെ പല തലങ്ങൾ പ്രായോഗികമായിട്ട് രോഗികളിലേക്ക് എത്തിക്കാനുള്ള വളരെ പ്രത്യേകതയുള്ള കർത്തവ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം സ്വദേശിയാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെ പേരിൽ എളമ്പോ സാറെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. എളമ്പോ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. ഗുഡ് ഈവനിങ് എവരിബഡി. സ്പെഷ്യലി മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു ഗുരുവായിട്ടുള്ള ആന്റണി സാർ വേറെ ലൈനിലുണ്ട്. അപ്പം ഐ ആം ടു മച്ച് പ്രൗഡ് ടു ഹാവ് എവരിബഡി ടുഗദർ, എസ്പെഷ്യലി യോഗ ഗുരു ആൻഡ് ഓൾ മീൻസ് മൈൻഡ്ഫുൾനെസ് ഗുരുസ്. പക്ഷെ ഞാൻ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ്സിനകത്ത് പറഞ്ഞു തന്നത് മൈൻഡ്ഫുൾ ആയിരിക്കുമ്പോൾ യുവർ എമോഷൻ ആൻഡ് തോട്ട് പ്രോസസ് വിൽ ബി കാമർ. When you have calm emotion or when your thought process are not disturbing you, you will be actually a right human. അപ്പോൾ ഒരു മനുഷ്യനായിട്ട് എങ്ങനെ ജീവിക്കണോ ആ യഥാർത്ഥ ഐഡിയലിസ്റ്റ് എമോഷൻസ് വിച്ച് വി പ്രീജഡ്ജ് ഇറ്റ്. നമ്മൾ പല എമോഷൻസിനും നമ്മൾ പ്രീ ജഡ്ജ് ചെയ്യുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഹോളിസ്റ്റിക് എന്ന ഒരു വാക്കിന് ഞാൻ കുറച്ച് എൻ്റെ വകയായിട്ട് ഞാൻ പൊട്ടിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത്, ഇൻ ദ സൊസൈറ്റി ദർ ആർ 4 persons. ആ 4 പേരടുത്ത് ചോദിക്കുന്നതാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ എപ്പോഴും പറയും, 4 പേരുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ ഉത്തരം പറയും, 4 പേർക്ക് നമ്മൾ ഉത്തരം പറയണ്ടേ, 4 പേരിനെ നമ്മൾ കാണണ്ടേ, 4 പേരുടെ മുമ്പിൽ നടക്കണ്ടേ എന്ന്. ആ 4 പേർ ആരാണെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. 1 I, ഫസ്റ്റ് പേഴ്സൺ. യു, ദാറ്റ് ഈസ് സെക്കൻഡ് പേഴ്സൺ. തേർഡ്, ഹി ആർ ഷീ, ദാറ്റ് ഈസ് തേർഡ് പേഴ്സൺ. ദ ഫോർത്ത് വൺ ഈസ് എൻവിയോൺമെന്റ്. അപ്പൊ ഈ 4 പേരെയും നമ്മൾ എപ്പോഴും കൺവിൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വി ആർ ദ സക്സസ്ഫുൾ പേഴ്സൺ. അപ്പം നാട്ടിൽ പലരും ചെയ്താലും അല്ല ഞാൻ ഒന്നുമേ ചെയ്തിട്ടില്ല എന്ന് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തി ബാക്കിയുള്ളവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്താൽ ഐ എം ഗോയിങ് ടു ബി എ ഗുഡ് പേഴ്സൺ. അപ്പം അതാണ് ഈ സ്ലാങ് അല്ല കലോക്കിയലായിട്ട് പറയുന്ന ഉത്തരം. അതേപോലെ if I am able to convince you that I am a calmer person, എന്നെ നീ ചീത്ത വിളിച്ചാലും I am not going to get disturbed. And in turn, you have to also calm down. നോർമലി നമ്മൾ ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ ആ ദേഷ്യപ്പെടുന്ന മനുഷ്യനെ നമ്മൾ തിരിച്ച് എന്തെങ്കിലും 2 വാക്ക് പറയുമ്പോഴാണ് അങ്ങേരുടെ അഗ്രസീവ്നെസ് കുറച്ചുകൂടെ കൂടുന്നത്. അല്ല അയാളെ നോക്കിയിട്ട് നമ്മൾ ഒന്നും ഉത്തരം പറയാതെ ചെറിയ സ്മൈലിംഗ് ആയിട്ട് ഇങ്ങനെ നിന്നോണ്ടിരുന്നാൽ ഹി വിൽ സബ്സൈഡ് ഹിംസെൽഫ് ആഫ്റ്റർ സം ടൈം. അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ചൊല്ലെന്ന് പറഞ്ഞാൽ ചെവിടന്റെ ചെവിയിൽ ശംഖ് ഊതിയതുപോലെ. മീൻസ് എ ഡഫ് പേഴ്സണിന് നമ്മൾ എത്ര ശംഖ് വലുതായിട്ട് ഊത്തിച്ച് കാണിച്ചാലും ഹി ഈസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് അഫക്റ്റഡ്. അപ്പം ആ രീതിക്കാണ് യഥാർത്ഥത്തില് ഈ മൈൻഡ്ഫുൾനെസ് നമ്മളെ കൊണ്ടു ചെല്ലാൻ ശ്രമിക്കുന്നത്. ഡോണ്ട് റിയാക്ട് യുവർ സെൽഫ്, ട്രൈ ടു റെസ്പോണ്ട്. റിയാക്ഷനും റെസ്പോൺസും നമ്മൾ പല സമയങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം റിയാക്ഷൻ അല്ല ആവശ്യം, റെസ്പോൺസ് ആണ് ആവശ്യം. ഫോർ ഈച്ച് ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ തിയറിയെ നമ്മൾ മാറ്റി എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. ഫോർ ഈച്ച് action there should be equal and opposite response. It but it or it may restrain it. നമ്മൾ ചെയ്യുന്ന കാര്യം ഈ ഒരു ആക്ഷനെ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ആക്ഷനെ അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കാം. ആ രീതിക്ക് വരുന്നതാണ് ഞാൻ എപ്പോഴും പറയാൻ ഉദ്ദേശിച്ച ഒരു വാക്ക്. അതിൽ മെയിനായിട്ട് നമ്മൾ ഈ ഹോളിസ്റ്റിക് എന്ന ഒരു ലൈനും കൂടെ ഇന്നുള്ളത്, മീൻസ് ലാസ്റ്റ് ടൈമും ഇന്നും ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ഏരിയയിലോട്ട് കൂടുതൽ കടന്നത്. അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് സിമ്പിൾ, ബി അവെയർ, അറ്റൻഡ്,
without any prejudgment, live moment to moment with curiosity. അപ്പൊ ക്യൂരിയോസിറ്റിന് അഡീഷണൽ ആയിട്ട് ഞാൻ 3 വേർഡും കൂടെ പറഞ്ഞിട്ടുണ്ട്. ക്യൂരിയസ് മൈൻഡ്, ലെറ്റ് ഗോ. അപ്പൊ ഇത് മാത്രമുണ്ടെങ്കിൽ ഈ ഒരു മനുഷ്യൻ നമ്മളെ ചീത്ത വിളിക്കുന്ന സമയത്ത് അയാൾ ചീത്ത വിളിച്ചാൽ പോട്ടെ, അവന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്ന എക്സാമ്പിൾ അതായിരുന്നു. ഒരു മനുഷ്യൻ എന്നെ അനാവശ്യമായിട്ട് ചീത്ത വിളിച്ചാൽ വൈകിട്ടാൾ ഐ ഷുഡ് ഗെറ്റ് ഡിസ്റ്റർബ്ഡ്. അന്നാണ് ഡിബേറ്റിൽ കുറെ സാറ് പറഞ്ഞത്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് റഹ്മാൻ സാറോ അദ്ദേഹം ചോദിച്ചു, നമ്മളെ ബാക്കിയുള്ളവരെല്ലാം ഭ്രാന്തെന്ന് പറയത്തില്ലേ സാർ? പറഞ്ഞാൽ എന്താണ്, പറഞ്ഞില്ലെങ്കിൽ എന്താണ്? ആർ വി ഗോയിങ് ടു ലിവ് ഫോർ അതേഴ്സ് ആർ ഫോർ അവർസെൽവ്സ്? ആ ചോദ്യത്തിന് ഉത്തരം താങ്കൾ ഓരോരുത്തരും കണ്ടെത്തുവാണെങ്കിൽ വി വിൽ ലിവ് ഹാപ്പിലി. നമ്മൾ എപ്പോഴും ഞാൻ വാങ്ങിക്കുന്ന ബൈക്കോ ഞാൻ വാങ്ങിക്കുന്ന കാറോ എൻ്റെ വീട്ടിൽ കുറെ ഫിറ്റ്മെന്റ്സ് വെക്കുന്നത് എല്ലാം മറ്റുള്ളവരെ കാണിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ ഗമ കാണിക്കാനുമാണ് ചിന്തിക്കുന്നത്. അതർവൈസ് ഇഫ് വി ആർ കൺവിൻസ്ഡ് ഓഫ് മൈ ഓൺ ഐറ്റം, മാരുതി 800 ഇപ്പോഴും ഓടിക്കുന്ന ഞാൻ ഒരു പ്രൊഫസറെ who is having 4 PhDs, അച്യുത് ശങ്കർ എന്നാണ് ആ പ്രൊഫസറുടെ പേര്. ഹി ഹാസ് സ്റ്റാർട്ടഡ് ന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇൻ കേരള യൂണിവേഴ്സിറ്റി, ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞ പുതിയ ഡിപ്പാർട്ട്മെന്റ് തുടക്കം കുറിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. വളരെ സോഫ്റ്റ്വെയറും പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ കൂടുതലും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി അല്ല, നമുക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുവാണെങ്കിൽ വേറെ ഒന്നിനും കുറിച്ച് ആലോചിക്കേണ്ട. വയർ യു ഫീൽ ഹാപ്പിയർ, മൂവ് ഓൺ. വയർ യു ഡോണ്ട് ഫീൽ ഹാപ്പിയർ, കട്ട് ഇറ്റ് ഡൗൺ. സിമ്പിൾ. അപ്പോൾ ആ രീതിക്ക് ജീവിക്കണമെങ്കിൽ വി വിൽ ബിക്കം മൈൻഡ്ഫുൾ. അപ്പോൾ ഒരു മൈൻഡ്ഫുൾ പേഴ്സണെ കൊണ്ട് he will ever come to a situation where calmness exists, where no turbulence moves on. അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യൻ മറ്റാളെയും കൂടെ സ്വാധീനിപ്പിക്കാൻ പറ്റും, സെക്കൻഡ് പേഴ്സണെയും കൂടെ സ്വാധീനിപ്പിക്കാൻ പറ്റും. ഇൻ കേസ് ഇഫ് ഐ ആം കാമർ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഐ ആം എ ഗൈ ഹു ടേക്സ് ഓൾവേസ് റാപ്പിഡ് ഡിസിഷൻസ്. ഫാസ്റ്ററായിട്ട് ഡിസിഷൻ എടുക്കും. അതിനു മുമ്പ് നമുക്ക് പല ഹിസ്റ്ററീസ് നമ്മുടെ ഹിപ്പോ ക്യാമ്പസിൽ ഉള്ളത് കൊണ്ട് ആ ഹിപ്പോ ക്യാമ്പസ് സിമിലർ ആക്ഷൻസ് വരുമ്പോൾ അതിന് സിമിലർ ആൻസർ തരും. ആ ആൻസേഴ്സിനാണ് നമ്മൾ എപ്പോഴും എടുത്തു പോകുന്നത്. അതാണ് ഹിപ്പോ ക്യാമ്പസിന്റെ ഡ്യൂട്ടി. ഹിപ്പോ ക്യാമ്പസ് ഇസ് എ ലൈബ്രറി എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം അതിനെ അനലിറ്റിക്കൽ എവാലുവേഷൻ ചെയ്യുന്നതാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. അപ്പൊ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് പല സമയങ്ങളിൽ അനലിറ്റിക്കലി ക്രിട്ടിക്കലി എവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഹിപ്പോ ക്യാമ്പസ് ആയ ലൈബ്രറി നമുക്ക് ആൾറെഡി എക്സിസ്റ്റിംഗ് ഡിസിഷൻ ഉള്ളപ്പോൾ എന്തുകൊണ്ട് നീ പുതിയതായിട്ട് കിടന്ന് തലപുണ്ണാക്കുന്നത് പറയാൻ ശ്രമിക്കും. അങ്ങനെ നമ്മൾ പല സമയങ്ങളിൽ ഡിസിഷൻ എടുക്കുമ്പോൾ വി ട്രൈ ടു റിയാക്ട്. ബിക്കോസ് നമ്മുടെ തലയിൽ പല സമയങ്ങളിൽ എൻ്റെ, മൈൻ, മൈ എന്ന് പറഞ്ഞ് ഒരുപാട് തിയറീസ് വെച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ മക്കള്, എൻ്റെ കുടുംബം. അപ്പം എൻ്റെയിൽ ആരെങ്കിലും ഒരാൾ എക്സ്ട്രാ ഒരു വേർഡ് പറഞ്ഞാൽ ആ വേർഡിനെ നമ്മൾ പിടിച്ചു തൂങ്ങാൻ ശ്രമിക്കുന്നു. സോ ഐ ഹാവ് ഗോൺ വൺ സ്റ്റെപ്പ് അഹെഡ് സ്റ്റേറ്റിംഗ് ദാറ്റ് എൻ്റെ മദറിനെ കുറിച്ച് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഒയ്യട്ടാൾ ഐ ഷുഡ് ഗെറ്റ് ബോദർ. അത് ഈസി അല്ല എന്ന് കഴിഞ്ഞ ആഴ്ച ആരൊക്കെയോ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഈസി അല്ല എന്ന് തോന്നുന്നത് റീസൺ വി ആർ ബീൻ ഗിവൺ പ്രീ ജഡ്ജ്മെന്റ് ദാറ്റ് നീ ജീവിക്കുവാണെങ്കിൽ നിന്റെ അമ്മയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നീ ചാടിക്കൊള്ളണം, അപ്പോൾ നീ പിച്ചാത്തി എടുത്തോളണം, അപ്പോൾ നീ കുത്തിക്കൊള്ളണം, അല്ലെങ്കിൽ നിന്റെ വാക്കാൽ എന്തൊക്കെ പറയാൻ പറ്റുമോ പറഞ്ഞോളണമെന്ന് നമ്മളെ പ്രീ ജഡ്ജ്മെന്റ് ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ഹിപ്പോ ക്യാമ്പസിലെ പല ആൾക്കാരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നീയും ചെയ്യണം, നീയും ഹ്യൂമൻ ആണ്, അവരെ പോലത്തെ മനുഷ്യനാണെന്ന് പറഞ്ഞ് 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 നമ്മൾ ആ രീതിക്ക് വരുന്നു. അതിന് പകരം that person has some toxins in his body അല്ലെങ്കിൽ in his mind. അതുകൊണ്ട് whatever he talks, he will be talking that level. പണ്ട് ഒരു ചൊല്ല് പറയും,
നിന്റെ കൂട്ടുകാരനെ കുറിച്ച് നീ പറഞ്ഞാൽ നിന്നെക്കുറിച്ച് ഞാൻ പറയാമെന്ന്. ദർ ഇസ് എ ഇംഗ്ലീഷ് അഡാഷ്. ടെൽ അബൌട്ട് യുവർ ഫ്രണ്ട്, ഐ ഷാൽ ടെൽ അബൌട്ട് യു എന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ എപ്പോഴും ആ എൻവയോൺമെന്റിൽ വളർത്തപ്പെട്ട ഒരുത്തൻ എല്ലാവരും സിമിലർ ആയിരിക്കും. ആ സിമിലാരിറ്റിയിലിരുന്ന് സൊസൈറ്റിയെ മാറ്റി കാംനെസ് കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത ഒരു ബുദ്ധിസ്റ്റ് തിയറി ആണ് മൈൻഡ്ഫുൾനെസ്. ആ മൈൻഡ്ഫുൾനെസ്സിനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് പറ്റില്ലാത്ത കാര്യമെന്ന് വിചാരിക്കുന്നതൊക്കെ പറ്റുമെന്ന് ചിന്തിക്കണം. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഐ സ്റ്റഡീഡ് ബൈനറി തിയറി 0 1 0 1 0 1. ബൈനറി തിയറിയിലെ 0യും 1ഉം 2 ലെറ്റേഴ്സ് മീൻസ് 2 അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. 10 എന്ന് എഴുതണമെങ്കിലും നമുക്ക് അതിനകത്ത് എഴുതാൻ പറ്റും 100 ഈക്വൽ ടു 10 ഇൻ ഡെസിമൽ സിസ്റ്റം. 100 വിത്തിൻ ബ്രാക്കറ്റ് ബൈനറി ഈക്വൽ ടു 10 ഇൻ ഡെസിമൽ സിസ്റ്റം എന്നൊക്കെ കുറേ പഠിക്കാൻ ആദ്യമൊക്കെ ഞാൻ മഗപ്പ് ചെയ്ത് നോക്കി. പിന്നെയാണ് എന്നെ സാറ് പഠിപ്പിച്ച്, ഇളങ്കോ, ഇഫ് യു വാണ്ട് ടു ലേൺ ബൈനറി യു ഹാവ് ടു ഫർഗെറ്റ് ഫോർ സം ടൈം യുവർ ഡെസിമൽ സിസ്റ്റം. അപ്പം നമ്മളെ 1 2 3 4 5 6 7 8 9 10 എന്ന് പറയുന്ന സിസ്റ്റത്തിനെ മാറ്റി 0 1 0 1 0 1 എന്നതിന് പകരം നമ്മൾ അതിനെ ന്യൂമറിക്കൽ സിസ്റ്റത്തിൽ കൊണ്ടുവരുവാണെങ്കിൽ 0 0 0 1 1 0 1 1 അഗൈൻ 1 0 0 എന്ന് പറഞ്ഞ് നീ ആ സീക്വൻസ് ഒന്ന് പഠിച്ചു പോയാൽ നിനക്ക് എളുപ്പമായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ, അപ്പം ഹൗ ടു ഫർഗെറ്റ്, അതാണ് നമ്മൾ എല്ലാവരും ഈ കാലങ്ങളിൽ പറയുന്നത്. ലേൺ, അൺലേൺ, റീലേൺ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ സൊസൈറ്റിനെ കുറിച്ച് ലേറ്റസ്റ്റ് തിങ്സ് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം മനസ്സിലാകണമെങ്കിൽ വാട്ട് യു ഷുഡ് ഡു ഈസ് യു ഷുഡ് നോ അബൌട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. What are the prejudgment you are having, that you have to declare that whether it is a prejudgment or not. നിന്റെ തലയിൽ കയറുന്ന സാധനങ്ങൾ അപ്പോൾ കാണുന്ന കണ്ടംപററി മാറ്റർ ആണോ ഇല്ലയോ, ആൻഡ് ഇസ് ഇറ്റ് ഗെറ്റിംഗ് കമ്പയർഡ് വിത്ത് പ്രീ ജഡ്ജ്ഡ് റിസൾട്ട്. അപ്പോൾ ആ പ്രീ ജഡ്ജ്മെന്റിനെ മറക്കാനാണ് മൈൻഡ്ഫുൾനെസ് പഠിപ്പിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ലിവ് ആസ് സച്ച് യു ആർ ദ ബിഗിനർ. ബിഗിനർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്ത് കാണാത്ത ഒരു സ്ഥലത്ത്, ഇപ്പോൾ ഞാൻ സിംഗപ്പൂർ പോവാണ്, ഇന്നലെ വരെ സിംഗപ്പൂർ പോയിട്ടേ ഇല്ല. സിംഗപ്പൂർ പോകണമെങ്കിൽ സിംഗപ്പൂരിന് ആകാംക്ഷയോട് ലെഫ്റ്റും റൈറ്റും മുകളിലും താഴെയും ഇങ്ങനെ ഓരോന്നിനും എപ്പോഴും കണ്ണു നാട്ടും. അത് മാത്രമല്ല ഓരോരോ ഐഡിയകളും ഓരോരോ കാഴ്ചകളും ഞാൻ അകത്ത് ഫ്രെയിം ആയിട്ട് എടുക്കാൻ ശ്രമിക്കും. ദാറ്റ്സ് വാട്ട് ബിഗിനേഴ്സ് മൈൻഡ്. Beginner's mind is nothing but when a beginner approaches or sees or experiences the new location with a new vision, അതേപോലെ ഇന്നലെ വരെ ഉള്ളതും എൻ്റെ വീട്ടിൽ ഞാൻ ഈ ഗ്രഹത്തിനകത്ത് യു ക്യാൻ സേ ദറ്റ് ലാസ്റ്റ് 21.5 or 22 years ആയിട്ട് വീട്ടിനകത്ത് താമസിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും വരുമ്പോഴും ഇഫ് ഐ സ്റ്റാർട്ടിങ് ബിഗിനേഴ്സ് മൈൻഡ് ആയിട്ട് എൻ്റെ വീട്ടിന് അകത്ത് കയറുമ്പോൾ ഇന്നലെ വന്ന ഇളങ്കോ അല്ല, ഇന്നലെ ഇരുന്ന വീടല്ല. അപ്പം there should be a difference. What is the difference? The time is different, the location is different, the matter is different, the environment is different. Environment എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇരുന്ന കാറ്റല്ല ഇന്നുള്ളത്. ഇന്നലെ ഇരുന്ന കാറ്റ് ചിലപ്പം എക്സ്ട്രാഡിനറി പ്യൂർ എയർ ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു പൊല്യൂട്ടഡ് എയർ ആയിരുന്നിരിക്കാം. ഇന്നലെ പൊല്യൂട്ടഡ് എയർ ഉണ്ടായിരുന്നു, ഇന്ന് ക്ലിയർ എയർ ആണ്. ഇന്നലെ ക്ലിയർ എയർ ആയിരുന്നു, ടുഡേ ബിക്കോസ് ഓഫ് സംബഡി എൽസ് ഇസ് ബേണിംഗ് സംതിങ് എൽസ് ആൻഡ് ഫ്യൂംസ് ആർ കമ്മിങ് ഓവർ ഹിയർ, അതുകൊണ്ട് എൻ്റെ എയർ പൊല്യൂട്ടഡ് ആയിരിക്കാം. ഇറ്റ് ഈസ് നോട്ട് ആസ് യെസ്റ്റർഡേ. അപ്പൊ ഇതിനെ മനസ്സിലാക്കാനാണ് നമ്മുടെ മൈൻഡ്ഫുൾനെസ് പഠിപ്പിച്ചു തരുന്നത്. യു ബി അവെയർ, എവിടെയാണ് എങ്ങനെയാണ് ആ ടൈം സ്കെയിലിൽ നിൽക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ. യെസ്, ഐ ആം ഡൺ. ഈ സെയിം വീട്ടിലല്ലേ ഡെയിലി വരുന്നത്, സെയിം ലെവലിലെ കാർ പാർക്ക് ചെയ്യുന്നു, ആയിക്കോട്ടെ. ഇന്നലെ എൻ്റെ കാറിലുള്ള ടയറിൻ്റെ ആ പ്രഷറും ഇന്നത്തെ പ്രഷറും 0.001 mg മാറിയിരിക്കാം. അപ്പം അതിൻ്റെ ലെവൽ ഓഫ് ഡ്രൈവിംഗ് ഡിഫറൻ്റ് ആണ്. ഇതെല്ലാം ഞാൻ അവെയർ ആവുകയാണെങ്കിൽ
I will able to attend each condition differently. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? എപ്പോഴും ഓട്ടോ പൈലറ്റിലാണ് പോകുന്നത്. ഓട്ടോ പൈലറ്റിനെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിനകത്ത് കയറുമ്പോൾ എൻ്റെ വീട്ടിലെ ഓരോ സാധനങ്ങളും ഇവിടെ താക്കോൽ എവിടെ വെക്കണം, വാച്ച് എവിടെ വെക്കണം, ഡ്രസ്സ് എവിടെ ഊരിയിടണം, അതിന് ആൾട്ടർനേറ്റീവ് ഡ്രസ്സ് എവിടെ ഉണ്ട്, വാഷ്റൂം എവിടെ ഉണ്ട്, വാഷ്റൂമിൻ്റെ ടേപ്പ് എവിടെ ഉണ്ട്, അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഹിപ്പോ ക്യാമ്പസിൽ രജിസ്റ്റർ ചെയ്തതിനെ നമ്മൾ വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ഒരു ഇൻറ്റൻഷനും ഇല്ലാതെ അവിടെ അതത് കാര്യങ്ങൾ അങ്ങനെ ചെയ്തു പോവുകയാണ്. റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ മൂവ് ചെയ്തത്. അതിന് പകരം ഇഫ് യു സ്റ്റാർട്ട് ടേക്ക് എ സ്റ്റെപ്പ് ടുവേഴ്സ് യുവർ ഹൗസ്, ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ അതിൻ്റെ എയർ പ്രഷർ ഇന്നലെ പോലെ അല്ല എൻ്റെ കാലിൽ ഇപ്പോൾ കൊള്ളുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ സ്റ്റാർട്ട് ഫീൽ ഡിഫറൻ്റ്ലി. ഇഫ് യു സ്റ്റാർട്ട് ഫീൽ ഡിഫറൻ്റ്ലി, you are going to have beginner's mind. If you have beginner's mind, you are indirectly stating that you are living in that particular moment. ആ മൊമെന്റിൽ ജീവിക്കുമ്പോൾ ഈ ഇന്നലത്തെ മൊമെന്റോ ലാസ്റ്റ് മൊമെന്റോ പോലല്ല ഈ മൊമെന്റ്. അത് മാത്രമല്ല, ഒരു കാര്യത്തിനും നമ്മൾ പ്രീ ജഡ്ജ്മെന്റ് ഇല്ലാതെ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ we may enjoy extra some pleasure or extra some pain. Pain and pleasure are almost similar unless you give a different color over that. പെയിനും പ്ലഷറും നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് അനുസരിച്ചാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത്. തിയറി പറയുന്നത് ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ, ഈ 4 സാധനങ്ങൾ നമ്മൾ ഹാപ്പിയറാകുമ്പോഴാണ് വരുന്നതെന്ന്. നമ്മൾ ഹാപ്പിയറായിട്ട് കണ്ണടച്ച് വേണമെങ്കിലും സഞ്ചാരം കണ്ടതിന് ശേഷം, സഞ്ചാരം ടെലിവിഷനാണ് ഞാൻ പറഞ്ഞത്, സഞ്ചാരം ടെലിവിഷൻ കണ്ടതിന് ശേഷം കണ്ണടച്ച് നമുക്ക് അവർ പറഞ്ഞ സൗത്ത് ആഫ്രിക്കയിലെയോ അമേരിക്കയിലെയോ പോയതുപോലെ ഇരുന്ന് തിരിച്ച് റോൾ ചെയ്ത് നോക്കാനും പറ്റും. അത് എപ്പോഴും when you start think that you are traveling, നിങ്ങൾക്ക് ഇമാജിനേറ്റീവ് പവർ വരുവാണെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കും, അപ്പം അത് പ്രീ ജഡ്ജ്മെന്റ് അല്ലേ എന്ന്. നമ്മുടെ ഹിപ്പോ ക്യാമ്പസിൽ ആൾറെഡി സന്തോഷ് കുളങ്ങര ലോഡ് ചെയ്തതില്ലേ തിരിച്ച് നിങ്ങൾ റീവൈൻഡ് ചെയ്ത്? യെസ്, മൈറ്റ് ബി, ബട്ട് നമ്മൾ ടോട്ടലി ഡിറ്റാച്ച്ഡ് ഫ്രം ദ വേൾഡ് ആയിട്ട് നമുക്ക് ജീവിക്കാനേ പറ്റത്തില്ല. when mindfulness is trying to tell you that you try to live every moment without having prejudgment on last moment or the future moment, it never says that you are always isolated guy. അതാണ് ഹോളിസ്റ്റിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ഹോളിസ്റ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഓൺ ദ ഹോൾ എന്ന് പറഞ്ഞാൽ ഈ 4 പേരും, ഫസ്റ്റ് പേഴ്സൺ യു, സെക്കൻഡ് പേഴ്സൺ ഹി ആർ ഷീ, തേർഡ് പേഴ്സൺ ആൻഡ് ഫോർത്ത് ഇസ് എൻവയോൺമെന്റ്. ഈ 4ഉം കൂടെ ചേർന്ന് നമുക്ക് സപ്പോർട്ട് എപ്പോൾ തരുമെന്ന് പറഞ്ഞാൽ, ഈ കാറ്റിനെ when the wind blows, smooth breeze നമ്മുടെ മുമ്പിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ we feel happiness. പക്ഷെ അതിനെ നമുക്ക് ഡയറക്ഷൻ മാറ്റാൻ പറ്റും. ഒരു ഹാൻഡ് ഫാൻ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഒരു റൈറ്റിംഗ് പാഡ് എടുത്ത് വേറൊരു ഡയറക്ഷനിലോട്ട് ഇങ്ങോട്ട് വീശുവാണെങ്കിൽ അങ്ങപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് കാറ്റ് കിട്ടും. വാട്ട് ഈസ് മീൻസ്? ഇറ്റ് ഡസ് മീൻ ഈ കാറ്റ് ഇവിടെ ഇങ്ങനെ ഒഴുകുന്നതിന് നമ്മൾ വേറൊരു ഡയറക്ഷനിൽ അവിടെ ഇരിക്കുന്ന വേറൊരാളുടെ സൈഡിൽ കൂടെ തള്ളിവിട്ടു. ഇതാണ് സെക്കൻഡ് പേഴ്സന്റെ വർക്ക്. അപ്പം വെൻ യു ഡു സംതിങ് ടുവേഴ്സ് സെക്കൻഡ് പേഴ്സൺ ഫീൽസ് ഇറ്റ്. When you show extraordinary emotional disturbances in front of him, he will also get disturbed. But when you go and show emotional stability, irrespective of he has disturbed emotions, he will try to get stabilized emotion. When he has stabilized emotion, when 1 and 2, first party and second party has stabilized emotion, the third party will also try to get attracted in the same condition. അപ്പോൾ മൂന്നാമത്തെ ആളും അതേ ലെവലിലോട്ട് വരുമ്പോൾ by default environment will also support you. അതാണ്
പ്രാക്ടിക്കലി എല്ലാവരും പറഞ്ഞു തരുന്ന ഒരു കാര്യം. ഈ 4 പേരും കൂടെ സന്തോഷമായിരുന്നാൽ ദാറ്റ് പർട്ടിക്കുലർ എൻവയോൺമെന്റ്, ആ ഏരിയ സന്തോഷപൂർവമായിരിക്കും. വാട്ട് ഈസ് എ വൈബ് ഓവർ ദയർ എന്ന് പറയുമ്പോൾ, ഒരു ഇതില് ഇപ്പം ഡേലർ മെഹന്തി പാട്ട് പാടുന്ന സ്ഥലത്ത് എല്ലാവരും കിടന്ന് കൂവിക്കൊണ്ടിരിക്കും. ബട്ട് പങ്കജ് ഉദാസ് പാടുന്ന സ്ഥലത്ത് എല്ലാവരും ഇരുന്ന് കാമായിട്ട് കേട്ടോണ്ടിരിക്കും. ഹൗ ഇറ്റ് ഇസ്? ഹി മേക്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഹിംസെൽഫ്, സെക്കൻഡ് യു, തേർഡ് the third parties, and fourth the total environment is getting charged what the first person does it. ഇതാണ് ദ ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ്സിനകത്ത് ഞാൻ അണ്ടർലൈൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ട് അവിടെ ഉള്ള 4 പേരെയും ഒരു പരിധി വരെ സ്മൂത്തർ ആണെങ്കിൽ ചെയ്യാൻ പറ്റും. ഈസ് ഇറ്റ് പോസിബിൾ ടു ഡു ഫോർ എനിത്തിങ് ആൻഡ് എവരിതിങ്? യെസ്, അപ് ടു സെർട്ടൺ ലെവൽ. ഞാൻ കിടന്ന് ചാടിക്കൊണ്ടേ ഇരുന്നാൽ അവിടെ വരുന്ന അടുത്ത ആളും ചിലപ്പം അവരുടെ മൈൻഡിൽ കുറച്ച് ടർബുലൻസ് വരും. അവരുടെ ടർബുലൻസ് വരുവാണെങ്കിൽ അടുത്ത ആളും അതുപോലെ പറയാൻ തുടങ്ങും, അല്ലെങ്കിൽ അതിന് അനുയോജ്യമായുള്ള റെസ്പോൺസുകൾ കിട്ടും. ബട്ട് വെൻ യു ഗോ ടു എ പ്ലേസ്, കാം പ്ലേസ്, you also tend to keep silent when you cross across that particular area. അതെന്താ സംഭവിക്കുന്നത്? ഒരിടത്തിൽ സൈലൻസ് എന്ന് പറഞ്ഞിട്ട് 2-3 പേര് ധ്യാനത്തിൽ ഇരിക്കുന്നത് പോലെ കാണിക്കുകയാണ്. അതിനിടയ്ക്ക് കൂടെ നടന്ന് നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ഫുട് പ്രിന്റ് പോലും ശബ്ദമില്ലാതെ നടക്കും. Because you are getting influence of the environment. That time you are the third party, first party, second party, somewhere else. First party ധ്യാനത്തിൽ ഇരിക്കുക, സെക്കൻഡ് പാർട്ടി ധ്യാനത്തിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടി മിണ്ടാതെ കാമായിരിക്കുക, സെക്കൻഡ് പാർട്ടി മിണ്ടാതെ കാമായിരിക്കുക. 2 പേരുടെ ബോഡിയും കാമാണ്. ആൻഡ് എൻവയോൺമെന്റ് ട്രൈസ് ടു ഇൻഫ്ലുവൻസ് യു ടു ബിക്കം കാമർ. The holistic system tries to tell you is only this. നീ ആ 4 പേരിലെ whether you are first party, whether you are second party, whether you are third party, whether you are fourth party, but it tries to always try to push you to that environmental system. നമ്മൾ എല്ലാവരും മിണ്ടാതെ, അല്ലെങ്കിൽ ഒരു ജാഥയിൽ ചെല്ലുമ്പോൾ അങ്ങനെ തന്നെ നേതാവ് എന്ന ബാക്കിൽ വിളിച്ചോണ്ട് പോകുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ നടന്ന നമ്മളും അറിയാതെ അങ്ങനെ തന്നെ നേതാവ് എന്ന് വിളിക്കുന്നത് എന്താണ്? ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻവയോൺമെന്റ്. റൈ സർ, ഞാൻ പറയുന്നത് ശരിയാണോ? അതെ. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ ഹോളിസ്റ്റിക് സിസ്റ്റം. മീൻസ് നമ്മൾ ഒന്നിനൊന്ന് ലിങ്ക്ഡ് ആണ്. അപ്പോൾ അത് ലിങ്കേജിനെ കൂടെ നടക്കുമ്പോൾ the first mindfulness tries to tell you, teach you, first party always, നീ നന്നായിരിക്കാൻ ശ്രമിക്കൂ. I should be happier. I should always behave like this. I should attend to this. I should always follow moment to moment experience. I should not have prejudgment decisions. I should always have beginner's mind. I should always feel that let go. Let go means ഈ കാലവും കടന്നു പോകും. എങ്ങനെ ഈ കാലം കടന്നു പോകും? സന്തോഷമാണെങ്കിൽ പോലും 1-2 മണിക്കൂർ, അല്ല 10-15 മണിക്കൂർ, അല്ല 20-25 മണിക്കൂർ, ഇല്ലേ 30-35 മണിക്കൂർ കൊണ്ട് പതിയെ ഫേഡ് ഔട്ടായി ആ സന്തോഷം നോർമൽസിയിലോട്ട് മാറും. അതേപോലെ എൻ്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ഒരു മരണം സംഭവിച്ച എൻ്റെ മാമനോ മച്ചാനോ, അല്ലെങ്കിൽ ഒരു റിലേറ്റീവ്, ഒരു സെക്കൻഡ് സർക്കിളിലുള്ള റിലേറ്റീവ് ആണെങ്കിൽ പ്രോബ്ലി 3rd or 4th day I will become normal. In the inner circle ആണെങ്കിൽ പ്രോബ്ലി 10 day, 15 day, 20 days or 30 days, അല്ലെങ്കിൽ ഒരു 2 മാസം 3 മാസത്തിൽ ഞാൻ നോർമൽ ആകും. ദാറ്റ് മീൻസ് കുറേ കാലങ്ങൾ കടന്നു പോകുമ്പോൾ ദ ടൈം വിൽ ആക്ച്വലി ഹീൽ ദ മൈൻഡ് എന്ന് നമ്മൾ നോർമലി സ്ലാങ്ങിൽ പറയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ കാലവും കടന്നു പോകും. അതിനെയാണ് മൈൻഡ്ഫുൾനെസ്സിന് ഒരു വേർഡ് പറഞ്ഞാൽ ലെറ്റ് ഗോ. ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ വന്നതുപോലെ പോയിക്കോളും. നമ്മൾ അത് പിടിച്ചു നിർത്തിയാലും പോകും, നമ്മൾ പിടിച്ചില്ലെങ്കിലും പോകും. സോ why at all you have to hang around in that emotion or that thought process. I will again say once more, human is living and getting disturbed only because of thought and emotion of his own thought, his own emotions. വേറൊരാളുടെ എമോഷൻ അങ്ങനെ ആകണമെന്നില്ല. അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞു തരാം. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിലെ
ഏറ്റവും ഫേമസ് ആയ ഒരു കാർഡിയോളജിസ്റ്റ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, ഒരു 6 to 7 years ബാക്ക് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ട് ഒരു കാർഡിയോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് അച്ഛൻ്റെ കാർഡിയോളജി വർക്ക് ചെയ്യാൻ വന്നപ്പോൾ കൈയും കാലും വിറച്ചിട്ട് അദ്ദേഹം പറ്റത്തില്ല എന്ന് പറഞ്ഞു. ബട്ട് he has assigned to his student. That 2 students were on the dissection area or operation theater. He was on the monitor in the next room. ഇത് പത്രത്തിലൊക്കെ വലിയതായിട്ട് വന്ന ഒരു കാര്യമാണ്. Because that particular eminent cardiologist was feeling my father. ഇന്നലെ വരെ അദ്ദേഹം ഒരു ദിവസം 10 ഹാർട്ട് ഓപ്പൺ സർജറി ചെയ്യാൻ പറ്റിയ ഒരു മനുഷ്യൻ എന്താന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തിന് ഷേക്ക് വന്നു. That's what the environment tries to tell you, that you always try to attach yourself somewhere else. നീ അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കണമെങ്കിൽ യുവർ മൈൻഡ് ഷുഡ് ബി കാമർ. ഇഫ് ഇറ്റ് ഈസ് കാം, നിങ്ങളുടെ എമോഷണൽ സ്റ്റേറ്റ് നിങ്ങളെ കൂടുതൽ ശല്യപ്പെടുത്തില്ല. ഓൾവേസ് it will become stabilized mind. When your mind is stabilized, that will tries to influence second party's mind stabilized, calmer. അപ്പോൾ രണ്ടുപേരെയും സഞ്ചാരം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തഡോളജി, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ സംസാരിച്ചതിൻ്റെ സെയിം വേവ് ലെങ്തിലായിരിക്കും അടുത്ത ആളും ട്രൈസ് ടു ടോക്ക്. അത് സൈക്കോളജി പഠിച്ചവർക്ക് അറിയാം. എക്കോലാലിയ എന്ന് ഒരു സൈക്കോ സിസ്റ്റം ഉണ്ട്. എക്കോലാലിയ മീൻസ് ഫസ്റ്റ് പേഴ്സൺ സംസാരിച്ച് നീ കഴിച്ചോടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് പേഴ്സൺ വിൽ നോട്ട് ആൻസർ ആസ് ഐ ഹാവ് ഈറ്റൺ ഓർ ഐ ഹാവ് നോട്ട്. ഞാൻ കഴിച്ചില്ലെന്ന് പറയത്തില്ല. ഫസ്റ്റ് പാർട്ടിയുടെ എക്കോലാലിയ പാർട്ടിയോടത്ത് പോയി നീ കഴിച്ചോടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരും, നീ കഴിച്ചോടാ എന്ന് പറയാം. എൻ്റെ അക്സെന്റ് എങ്ങനെ ഉണ്ടോ അതേപോലെ അങ്ങേരെ റിപ്പീറ്റ് ചെയ്യും. ദാറ്റ് disorder is said to be echolalia. അപ്പം ഈ എക്കോലാലിയ എങ്ങനെ വന്ന് എന്താണ് സംഭവം എന്ന് I was trying to analyze. എൻ്റെ പ്രൊഫസർ എന്നെ പഠിപ്പിച്ചിരുന്നത് എൻവയോൺമെന്റ് ടീച്ചേഴ്സ് ലൈക്ക് ദിസ് ഡിസോർഡേഴ്സ് ആൾസോ. അപ്പം ഈ എൻവയോൺമെന്റിലാണ് പല കാര്യങ്ങൾ സംഭവിക്കുന്നത്, വിച്ച് വി ആർ നോട്ട് നോട്ടീസിങ് ഇറ്റ്. അതിന് ഇവിടെ നിന്ന് ഞാൻ എടുത്ത ഒരു ടൈലൻഡ് എന്താന്ന് പറഞ്ഞാൽ, ഞാൻ എങ്ങനെയോ അതേപോലെ ആയിരിക്കും അടുത്ത ആളുടെ ബിഹേവിയർ. ഇഫ് ഐ ആം ഹാപ്പിയർ, ഇഫ് ഐ ഷോ മൈ മൗത്ത് ആർ സ്മൈലിംഗ് ഫേസ്, അടുത്ത ആളും എത്ര റഫാണെങ്കിലും സംടൈംസ് ആഫ്റ്റർ സം ടൈം ഹി വിൽ ആൾസോ സ്റ്റാർട്ട് സ്മൈൽ അറ്റ് മീ. അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് കണ്ടേജിയസ്. ഇപ്പൊ നമ്മൾ കണ്ടേജിയസ് എന്നൊരു വാക്കും സൊസൈറ്റിയിൽ വെച്ചിട്ടുണ്ട്. ഈ വാക്ക് ഹോളിസ്റ്റിക് ഒരു ഇമ്പോർട്ടൻസ് റോൾ പ്ലേ ചെയ്യും. നീ എത്ര ശാന്തമാണോ അത്ര ശാന്തത, അത്രയും അല്ലെങ്കിൽ കുറച്ചൊക്കെ അങ്ങപ്പുറത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നീ കുറച്ചൊക്കെ ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ ബൈ ഡിഫാൾട്ട് രണ്ടുപേരും സിങ്ക് ആയി കുറച്ച് നീട്ടാകും. രണ്ടുപേരും ഒരേ ലെവലിൽ മാറുമ്പോൾ മൂന്നാമത്തെ ആളിനും കുറച്ച് കൊടുത്ത് പിന്നെ അങ്ങേരും സിങ്ക് ആകും. അങ്ങേരും സിങ്ക് ആകുവാണെങ്കിൽ നമുക്ക് സൊസൈറ്റിയെ എല്ലാം ശാന്തമാക്കാൻ പറ്റും. ഇതാണ് പണ്ടത്തെ കാലത്ത് എത്തിക്സ് എന്ന ഒരു സാധനത്തിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുമായിരുന്നു. ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നറിയില്ല. ഈ ആം ഇൻ ട്രിവാൻഡ്രം, നാഗർകോവിലിന്റെ അടുത്ത് മുപ്പന്തൽ എന്നൊരു സ്ഥലമുണ്ട്. ആർക്കെങ്കിലും അറിയാവോ? വാട്ട് ഈസ് ദ ഹിസ്റ്ററി ഓഫ് മുപ്പന്തൽ? ഇറ്റ്സ് നിയർ നാഗർകോവിൽ ടു തിരുനെൽവേലി റൂട്ട്. സാബു സാറിന് അറിയാവോ മുപ്പന്തൽ? ഓക്കെ. മുപ്പന്തൽ എന്ന് പറയുന്നത് 3 പന്തലാണ്. മുപ്പന്തൽ 3 tents അല്ലെങ്കിൽ 3 hamlets, വാട്ട് എവർ യു കാൾ ഇറ്റ്. അപ്പൊ 3 പന്തൽ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ ചേര, ചോഴ, പാണ്ഡ്യൻ 3 പേരും അവിടെ ടെന്റ് അടിച്ച് അവിടെ ഡിസ്കഷന് വന്നപ്പം അവിടെ അടി തുടങ്ങിയപ്പോൾ അവിടെ 2 ദേവിയുണ്ട്. 2 മുപ്പന്തൽ ദേവിയാണ്. ഒന്ന് കുറച്ച് എക്സ്ട്രാordinary വെൽത്തിയറായിട്ട് മാറിയിട്ടുണ്ട്, ഒന്ന് വെൽത്തിയർ ഇല്ലാതെ നിൽക്കുന്നുണ്ട്. 2 അടുത്തടുത്താണ്. അപ്പം ചേര ചോഴനില് 2 പേര് നടത്തിയ 2 പേര് വെച്ച് പൂജിച്ച ഡൈറ്റീസ് ആണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്.
അപ്പൊ മുപ്പന്തൽ എന്ന് പറഞ്ഞ 3 ചേര ചോഴ പാണ്ഡ്യൻ 3 പേരും കൂടുന്ന സ്ഥലമും അടിവെക്കണമെങ്കിൽ അവിടെ വന്നാണ് അടിവെക്കുന്നതെന്ന്. അവർ നാട്ടിനകത്ത് സിറ്റിസൻസ് പ്രജകൾ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ കാടം പ്രദേശത്ത് വന്നാണ് ഫൈറ്റ് ചെയ്യുമായിരുന്നത്. അപ്പൊ ഈ ഫൈറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ രാവിലെ ഒരു ശംഖ് മുഴങ്ങി കഴിഞ്ഞതിന് മാത്രമേ എല്ലാവരും ഫൈറ്റിങ്ങിൽ റെഡിയായി ഫീൽഡിൽ ഇറങ്ങുള്ളൂ. ഇത് കഴിഞ്ഞ് ഇവരെല്ലാം ഫൈറ്റ് ചെയ്യും. വൈകിട്ട് സൺസെറ്റ് ആകുമ്പോൾ അഗെയിൻ കാഹളം മുഴങ്ങും. അപ്പം എല്ലാവരും സെറ്റിലായി അവൻ നോർമൽ ജോലിക്ക് പോകുന്നു. കുളിക്കാനും എടുക്കാനും അവൻ്റെ വസ്ത്രമൊക്കെ മാറ്റി അവൻ കുറച്ച് ഫ്രീ ആയിട്ട് കുറച്ച് റിലാക്സ് ചെയ്യാനും എടുക്കാനും. വാട്ട് ഈസ് ദാറ്റ്? അത് എനിക്ക് മനസ്സിലായത് അവിടുത്തെ എൻവയോൺമെന്റിനെ ഒരാൾ ചാർജ് ചെയ്യുന്നത് വേറൊരാൾ റെപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. ആ എൻവയോൺമെന്റിനെ ചാർജ് ചെയ്യാൻ ഒരുത്തൻ എടാ പിടിയടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തവനും പിടിയടാന്ന് പറഞ്ഞ് ചാടാൻ നിൽക്കും. ഒരുത്തൻ കൈവെക്കുന്നതിന് മുമ്പ് അടുത്തവനും കൈവെക്കും. പക്ഷേ ഈവനിങ് 6:30 സൺസെറ്റ് ആയി കഴിഞ്ഞാൽ അവരവരുടെ പണിക്കാണ് പോകുന്നത്. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? സാർ ഒന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടുപേരും വാഴും പരിചയമൊക്കെ വെച്ച് അടിച്ചോണ്ടിരിക്കുന്നവൻ അടുത്ത 15 മിനിറ്റ് കഴിഞ്ഞ് ബോത്ത് ആർ സ്റ്റേയിങ് റഫ്ലി 50 yards away. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ദൂരമൊന്നുമല്ല, നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാം. രാത്രി ചിലപ്പോൾ ഇപ്പോൾ സാർ വാഹ ബോർഡർ എടുത്തോളൂ. വാഹ ബോർഡർ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ. ഒരുത്തൻ സിഗരറ്റ് വലിക്കാൻ മറ്റോ പാകിസ്ഥാൻകാരനടുത്തിരുന്ന് സിഗരറ്റിന് തീപ്പെട്ടി വാങ്ങിക്കും. പക്ഷേ when somebody says that no, not permissible, you should try to kill him എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ തോക്കെടുത്തോണ്ട് ഓടും. അപ്പം ഇറ്റ് ഈസ് ഓൾവേസ് ഗെറ്റിംഗ് ഡിസ്റ്റർബ്ഡ് ബിക്കോസ് ഓഫ് വൺ പാർട്ടി, ഫസ്റ്റ് പാർട്ടി. അപ്പം ഡോണ്ട് ബി ഫസ്റ്റ് പാർട്ടി ടു ഡിസ്റ്റർബ് ദ സൊസൈറ്റി. ബി എ തേർഡ് പാർട്ടി ടു അക്സെപ്റ്റ് ദ എൻവയോൺമെന്റ്. അത് ഒരു പുതിയ ഡെറിവേഷൻ ആണ് ഞാൻ ഈ ഹോളിസ്റ്റിക് കൂടെ കണ്ടെത്തിയ ഒന്ന്. നോർമലി മൈൻഡ്ഫുൾനെസ് ട്രൈസ് ടു ടെൽ അബൌട്ട് ഓൺലി ഫസ്റ്റ് പാർട്ടി. പക്ഷേ സാബു സാർ എന്നെ ഹോളിസ്റ്റിക്കിനെ കുറെ പറഞ്ഞു വന്നപ്പോഴാണ് ഈ 4 പാർട്ടികളും കൂടെ ചേർന്നാലല്ലേ ഇതെല്ലാം മറന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വാഹ ബോർഡർ, ഈ അല്ലെങ്കിൽ മുപ്പന്തൽ, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളെ കുറിച്ച് വായിച്ചു വന്നപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ ആയിരിക്കുമെന്ന് ഒന്ന് നിഗമനത്തിലെത്തി. ഇസ് ഇറ്റ് എ പ്രൂവൺ? നോട്ട് അറ്റ് ഓൾ. ബാക്കി എല്ലാം ഞാൻ മൈൻഡ്ഫുൾനെസ്സിനകത്ത് ബയോളജിക്കലി പ്രൂവൺ കാര്യങ്ങൾ പറയാൻ റെഡിയാണ്. ബിക്കോസ് we go with scientific background about how hippocampus behaves, how amygdala disturbs us, how amygdala hijacks our decision making, അല്ലെങ്കിൽ how prefrontal cortex works on that, how the emotion tries to change your body's hormone, how your thought process disturbs and moves and tries to disturb or impact on the emotions, how എമോഷൻ ആൻഡ് തോട്ട് ഗോ ഇൻ ഹാൻഡ്. ഇതെല്ലാം സയൻറ്റിഫിക് രീതിയിൽ വന്നാലും സാറിൻ്റെ ഹോളിസ്റ്റിക്കിൽ എനിക്ക് സയൻറ്റിഫിക് ഇല്ല. ഞാൻ എൻ്റെ നിഗമനത്തിൽ കൂടെയാണ് മൂവ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് ഞാൻ കുറേ കാര്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഹോളിസ്റ്റിക് സിസ്റ്റം ഈസ് നോട്ട് ഓൺലി യു ഷുഡ് ബിക്കം എ കാമർ പേഴ്സൺ, ബട്ട് യു ഷുഡ് ട്രൈ ടു ഇൻഫ്ലുവൻസ് സെക്കൻഡ് പാർട്ടി, if possible third party, by which the environment automatically comes to the level what you expect and behave. I hope ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിന് കോൺട്രറി ഉണ്ടെങ്കിൽ കുറച്ച് നമുക്ക് 1-2 ലൈനുകളൊക്കെ സംസാരിക്കാം. ഞാൻ സ്പെഷ്യലി ആന്റണി സാറിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു റിപ്ലൈ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു, ഫീൽ ചെയ്യുന്നു സാർ. താങ്ക് യു. പറയുന്നതെല്ലാം വളരെ നല്ല കാര്യങ്ങളാണ്. ഐ ലൈക്ക് ഇറ്റ്. അതുപോലെ തന്നെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു തിയറിയേക്കാൾ കൂടുതൽ ഹോളിസ്റ്റിക് എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ യു ആർ ടോക്കിംഗ് അബൌട്ട് ഡേ ടു ഡേ അവർ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ്. ഇറ്റ്സ് വെരി ഗുഡ്. പ്ലീസ് കണ്ടിന്യൂ. താങ്ക് യു. താങ്ക്സ് ലോട്ട് സാർ. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എൻ്റെ ഈ തിയറത്തിന് കോൺട്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ അപ്പോസ് ചെയ്യണമെങ്കിൽ മോസ്റ്റ് വെൽക്കം. ബിക്കോസ് ഞാൻ ആൾറെഡി പറഞ്ഞത് ഇതെല്ലാം നിഗമനമാണ്. എൻ്റെ കുറേ കൂട്ടലും കഴിത്തലും എല്ലാം ചെയ്തിട്ട് കിട്ടുന്ന ഒന്നാണ്. Therefore
ഇത് ഒരു എംബ്രിക്കൽ അല്ല ഞാൻ സംസാരിച്ചത്. ബട്ട് ഇറ്റ് വിൽ ബിക്കം എംബ്രിക്കൽ ആഫ്റ്റർ സം ടൈം. ബിക്കോസ് എന്നെ പോലെ ഒരു 10 പേര് സംസാരിച്ച് വരുമ്പോൾ പ്രോബളി എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റി ബുദ്ധന്റെ സമയത്ത് സൊസൈറ്റിയിൽ കുറേ കാംനെസ് ഇരുന്നതും അല്ലാതെ ഈ തിക്നാറ്റ് ഹാൻഡ് പ്ലം വില്ലേജ് എന്ന് ഒരു വില്ലേജ് നടത്തിയിരുന്നപ്പോൾ ആ വില്ലേജിനകത്ത് കയറുന്ന ആൾക്കാരെല്ലാം കാംനെസ്സിലോട്ട് അപ്രോച്ച് ചെയ്യുന്നതും ആ വില്ലേജിനകത്ത് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈവൻ പ്ലം വില്ലേജ് വരെ പോകണ്ട സാറ്. പോണ്ടിച്ചേരിയിലെ ആ സീ ഷോറിൽ ഒരു ആശ്രമമുണ്ട്. അവിടെയും വെൻ ഐ വിസിറ്റഡ് നമ്മളറിയാതെ നമ്മൾ ഇത് ഇമ്പാക്ട് ചെയ്യും. വി വിൽ ബിക്കം ബൈ ഡിഫാൾട്ട് കാമർ. ചില സ്ഥലങ്ങളിൽ അത് മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ വെൻ ദ ബോസ് ഓൾവേസ് ഈസ് മോർ എംപവേർഡ് ഗൈ, ഹി ട്രൈസ് ടു ഓൾവേസ് ഡിക്റ്റേറ്റ് സംവെയർ എൽസ്. അപ്പം അവിടെ ബാക്കിയുള്ള ആൾക്കാർ നടന്ന് കയറുമ്പോൾ പോലും ഇപ്പോൾ എനിക്ക് ചെറിയ ഡിക്റ്റേഷൻസ് വരുവോ ഇല്ലയോ. ഞാൻ സാറ് റെക്കോർഡിംഗ് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ വേറൊരു ലൈൻ റെക്കോർഡിംഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം എന്തൊക്കെയാ സംഭവങ്ങളുണ്ട്. ചില സമയങ്ങളിൽ ചില ബോസുകൾ ഡിക്റ്റേറ്റ് ചെയ്യുവോ ഇല്ലയോ എന്ന് വിചാരിച്ച് നമ്മൾ ആൾറെഡി അതിനെ അനുയോജ്യമായി ബോഡീനെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം സാബു സാറിന്റെ പ്ലാറ്റ്ഫോം ഈസ് ഓപ്പൺ ടു ഓൾ ടു ടെൽ എനിത്തിങ് ആൻഡ് ഹാവ് കോൺട്രഡിക്ഷൻ, ഹാവ് കൺവിക്ഷൻസ്, can debate it എന്ന് പറഞ്ഞത് കൊണ്ട് any speaker who comes over here tries to sell many good points. But there are some platforms where you can't talk beyond what you are supposed to. അതിനകത്ത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇട്ടോ ഒരു മൈൻഡിനെ ട്രിഗറിങ് എഫക്റ്റ് കൊടുത്തിട്ടോ ഇറങ്ങാൻ പാടില്ല. അങ്ങനൊക്കെ കുറേ പ്ലാറ്റ്ഫോമിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയും, സാറേ ഇത് ഒന്നും പറയരുത്, സാറ് ഇത് മാത്രമേ പറയാവൂ, ഇത്ര മാത്രമേ. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ആർ വി ഗോയിങ് ടു മെസ്മറൈസ് സം പീപ്പിൾ ഓൺ മൈ റൂട്ട്? അല്ല സാർ, അത് മാത്രം പറഞ്ഞാൽ മതി എന്ന്. എന്നെ ഇന്ന് നാളത്തേക്ക് സാർ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നാളത്തേക്ക് SIEMAT CMAT എന്ന് പറഞ്ഞാൽ അധ്യാപകരുടെ എന്തോ ഒരു മാനേജ്മെന്റ് സിസ്റ്റമാണ്. അപ്പോൾ അതിന് എന്നെ മൈൻഡ്ഫുൾനെസ് എടുക്കാൻ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ മൈൻഡ്ഫുൾനെസ് സാർ കൂടുതൽ പഠിപ്പിച്ചെങ്കിൽ 2-3 പ്രാക്ടിക്കൽ കാണിച്ചു. ഞാൻ പറഞ്ഞു മൈൻഡ്ഫുൾനെസ് എന്താണെന്ന് അവർക്ക് മനസ്സിലാകാതെ പ്രാക്ടിക്കൽ എങ്ങനെ സാർ? സാർ അതാണ് ആവശ്യം സാർ, ആൾക്കാർക്ക് പ്രാക്ടിക്കൽ മാത്രം മതി. ഇങ്ങനെയും അപ്പോൾ പ്രാക്ടിക്കൽ പറയണമെങ്കിൽ തിയറി എന്തുകൊണ്ട് നമ്മൾ തിയറി പഠിക്കുന്നു? ബിക്കോസ് തിയറി വാസ് ഡിറൈവ്ഡ് ഫ്രം പ്രാക്ടിക്കൽ. And in turn, after knowing the theory only, you can go for practical. ഒരു എഞ്ചിനീയറിനെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാതെ സ്ട്രൈറ്റ് അവേ ചെയ്യുന്ന പറഞ്ഞാൽ അവൻ കൊത്തനായിട്ടേ നിൽക്കുള്ളൂ. കൊത്തനടത്ത് എന്തിനാണ് ഇത്രയും വൈ 5 സെന്റിമീറ്റർ, വൈ നോട്ട് 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ ഉത്തരം കാണത്തില്ല. ബട്ട് എഞ്ചിനീയർ വിൽ ഹാവ് ഇറ്റ് ബിക്കോസ് ഹി ഹാസ് എ തിയറി ബാക്ക്ഗ്രൗണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും തിയറിറ്റിക്കലി എന്താണ്, പ്രാക്ടിക്കലി എന്താണ്, എംപിറിക്കലി വെയർ ആർ യു ഗോയിങ് ടു മൂവ് എന്ന് പറഞ്ഞ് മനസ്സിലായി ഈ മൂന്നും ഒരുമിച്ച് കൊണ്ടുവരുവാണെങ്കിൽ സംടൈംസ് സം പ്രാക്ടിക്കൽ മേ ഹാവ് എ സ്മോൾ ഡീവിയേഷൻ ഫ്രം ദ തിയറി, because theory was derived one point of time a day ago or day earlier. അപ്പം ആ തിയറി ഇന്നത്തെ as per mindfulness ഇന്നലത്തെ കാര്യം ഇന്ന് ചിന്തിക്കുകയാണെങ്കിൽ അറ്റ് ടൈംസ് ഇറ്റ് മേ ബിഹേവ് ആസ് പ്രീ ജഡ്ജ്മെന്റിന് എല്ലാ കാര്യങ്ങളും സിമിലർ ആയിരിക്കണമെന്നല്ല. ഈവൻ കാറ്റ് പോലും ചില സമയങ്ങളിൽ ചില ഡയറക്ഷനിൽ മാറുമ്പോൾ ഇന്നലത്തെ തന്നെ എൻവയോൺമെന്റ് ഇന്നല്ല. സോ യു ഷുഡ് ഓൾവേസ് എക്സ്പെക്ട് എ സ്മോളർ ഓർ ഡീവിയേഷൻ ഓർ ചേഞ്ചസ് ഇഫ് പോസിബിൾ. ഇത് മൈൻഡിൽ വെച്ച് നമ്മൾ ബിഹേവ് ചെയ്യുവാണെങ്കിൽ സൊസൈറ്റിയിൽ വി വിൽ നോട്ട് ഹാവ് മച്ച് ഓഫ് എ പ്രോബ്ലം. ഇന്നലെ ബസ് 7:10 പോകും, 3 ദിവസമായിട്ട് ബസ് ലേറ്റ് ആയിട്ടാണ് പറഞ്ഞത്. 7:10 ബസ് 7:15 വരാറുള്ളൂ. അപ്പം yesterday it has come 7:15 instead of 7:10. Day was yesterday 7:15 instead of 7:10. Prior to that day 7:15 instead of 7:10. That means it doesn't mean that today's bus has to also get 5 minutes late. Roy sir, example എങ്ങനെ ഉണ്ട്? റോയ് സാർ ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നുണ്ടാണ് റോയ് സാർ അടുത്ത് ചോദിക്കുന്നത്. ശരിയാണോ സാർ? ഇന്ന് ആ ബസ്
ബസ്സിന്റെ ടൈം 7:10 എന്ന് പറഞ്ഞിരുന്ന 4 ദിവസമായിട്ട് ലേറ്റ് ആയിട്ട് വന്നാൽ വി ഷുഡ് നോട്ട് ഹാവ് പ്രീ ജഡ്ജ്മെന്റ്. സൊസൈറ്റിയെ നമ്മളല്ല ഡിക്റ്റേറ്റ് ചെയ്യുന്നത്, അതർ 3 persons ആണ്. അപ്പൊ ഇൻ എ ഹോളിസ്റ്റിക് സിസ്റ്റം യു ആർ പ്ലേയിങ് ഓൺലി 1/4, another 3/4 are being played by second party, third party and environment. You should give chance and option for that other 3 too. Appo 1/4 പോയിട്ട് 3/4 are being played by others. But at the same time, you don't get influence of 3/4. Try to restrict yourself by which your emotion and your thoughts are made or controlled by yourself in a manner what you wish. ആ കാംനെസ് കിട്ടണമെങ്കിൽ അനാവശ്യമായിട്ട് നമ്മളെ ടർബുലന്റ് ആക്കരുത്. നമ്മൾ ടർബുലന്റ് ആകുവാണെങ്കിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് കൂടെ we will get unwanted turbulence. That's what I want to tell on the holistic mindfulness. Mindfulness എന്ന് പറഞ്ഞാൽ again ഞാൻ സിംപ്ലർ ആയിട്ട് പറഞ്ഞുതരാം. Be aware and attend to that knowingly, means after getting awareness, and live moment to moment, have experience of that each moment, and try not to have any prejudgment on that living. Have curiosity in that living. However, always think that you are the beginner. ചിലപ്പം എല്ലാ സമയത്തും പോസിബിൾ അല്ല. എൻ്റെ വൈഫിനെ കാണുമ്പോൾ ഞാൻ 28 വർഷമായിട്ട് കൂടെ നടക്കുന്ന വൈഫിന് ഇന്ന് ഒരു പുതിയ പെണ്ണായിട്ട് കാണാൻ പറ്റുമോ? പറ്റുവാണെങ്കിൽ യു ആർ ഗോയിങ് ടു ഹാവ് ലിറ്റിൽ മോർ റൊമാൻസ് ദാൻ യെസ്റ്റർഡേ. ദെൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സ്വീറ്റർ. ഇറ്റ് ഈസ് വൈസ് വേഴ്സ ആൾസോ. എൻ്റെ മിസ്സസിൽ ഞാൻ പഠിപ്പിക്കുന്നത് തിങ്ക് ദാറ്റ് ഐ എം എ സ്മോൾ ആൻഡ് ന്യൂ കിഡ്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയാണെങ്കിൽ സന്തോഷത്തിൽ കൂടുതൽ കൊണ്ടുവരാം. അല്ല അങ്ങനെ ആകുമ്പോൾ ദുഃഖത്തിൽ അടി വെക്കുന്നതിലും എടാ ഇന്നലെ അവൻ 1 വെട്ട് വെട്ടിയപ്പോൾ ഇന്ന് 2 വെട്ട് വെട്ടാവോ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ നമ്മൾ ചിന്തിക്കണമെന്ന് പറഞ്ഞ് മാത്രമാണ് ഈസ് മൈ ക്വസ്റ്റ്യൻ. We always try to live happily in the environment and tries to make our environment also happier. ഇനി കുറച്ചുകൂടെ ചോദ്യങ്ങളിലോട്ടാകാം. അല്ലാതെ ഞാൻ വൺ വേ സൈഡ് മറ്റേ മൻ കി ബാത് പോലെ എല്ലാവരും മൈക്ക് ഓഫ് ചെയ്തിട്ട് ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന അത്രയ്ക്കും കറക്റ്റ് ആണോ എന്ന് അറിഞ്ഞൂടാ. ഓക്കെ സാർ, വളരെ മനോഹരമായ പ്രാക്ടിക്കൽ സ്റ്റെപ്പുകളാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രാക്ടീസ് വെക്കാം സാർ. തീർച്ചയായും. അത് വളരെ പ്രായോഗിക തലത്തിൽ എങ്ങനെ ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്തിച്ചേരാമെന്ന് സാർ അതിന്റെ ലാസ്റ്റ് ക്ലൈമാക്സ് കൂടെ പറഞ്ഞു. ഒരു ചെറിയ പുതുമ നമ്മൾ നിലനിർത്തിയാൽ തീർച്ചയായിട്ടും അത് ഹാപ്പിനെസ്സിലേക്കുള്ള ഒരു വഴിയാണ്. പ്രത്യേകിച്ച് ഫാമിലി ലൈഫിൽ പോലും എന്ന് സാർ അതിന്റെ പ്രായോഗികമായ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വശം പോലും പറഞ്ഞു. തീർച്ചയായിട്ടും എന്തെങ്കിലും ചോദിക്കാം അല്ലെങ്കിൽ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാവാം അല്ലെ സാറേ? അല്ല, അതിനിടയ്ക്ക് ഞാൻ തിയറി അല്ലെങ്കിൽ എൻ്റെ ടോക്കിൽ ഒരുപാട് കോൺട്രഡിക്ഷൻ കാണും. പീപ്പിൾ മേ ബി അക്യൂസിങ് മീ ദാറ്റ് മൂവിങ് ഔട്ട് ഓഫ് ദ സ്ട്രൈറ്റ് പാത്ത് എന്ന് പറയുമെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയം കൊടുക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പറയും സാർ. നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ. അപ്പോൾ ഈ സാധാരണ മനുഷ്യര് പ്രകോപിതരാകുകയും അതേപോലെ തന്നെ റിയാക്ട് ചെയ്യുകയും അതേപോലെ തന്നെ ഈ നമ്മുടെ തോളിലൊരു തലോടലോ തട്ടോ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ഉന്മേഷഭരിതരാകുകയും ആരെങ്കിലും അനുമോദിച്ച് നമ്മളെ 2 വാക്കൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉത്തേജിതരാകുകയും ഒക്കെ ചെയ്യുന്ന സാധാരണ മനുഷ്യരല്ലേ നമ്മൾ. സാറ് ഈ പ്രസന്റ് ചെയ്ത മൈൻഡ്ഫുൾ കാര്യങ്ങളൊക്കെ വലിയ ആത്മീയ ഗുരുക്കന്മാർക്കും അതേപോലെ തന്നെ വലിയ സ്പിരിച്വൽ ഹൈ ലെവലിൽ ഇരിക്കുന്നവർക്കൊക്കെ അല്ലേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമ്മളെപ്പോലുള്ള ഈ സാധാരണ സാധു മനുഷ്യർക്ക് ഇതൊക്കെ സാധ്യമാണോ? സാറിന്റെ പേര് എനിക്ക് ലെനോ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ചെയ്യാം. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വേർഷൻ അല്ലേ ഏറ്റവും അവസാനം ക്ലൈമാക്സ് ആയിട്ട് പറഞ്ഞത്? അതിൽ കൂടുതൽ എന്താണ് അല്ല, ഞാൻ അതിന് ആൻസർ പറയാം സാർ. ലെനോവോ എന്നിരിക്കുന്ന സാറിന്റെ പേര് കിട്ടിയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. സാറിന്റെ പേര് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലൂടെ പറഞ്ഞു. അതുകൊണ്ടാണ്
അല്ല, സാറിന്റെ ചോദ്യവും നല്ലൊരു ചോദ്യമാണ്. ഒരു സാധാരണ മനുഷ്യൻ ഇത്രയ്ക്ക് കടന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഒരു ഋഷിയും വലിയ വലിയ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ സാധാരണ മനുഷ്യൻ കടന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. പക്ഷെ സാധാരണ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കില്ല. അതാണ് ഇതിനകത്ത് ഇതിനു വേണ്ടിയാണ് ഒരു കൊളുത്ത് മൈൻഡ്ഫുൾനെസ്സിനെ വെച്ചിരിക്കുന്നത്. നെവർ ട്രൈസ് ടു ഹാവ് പ്രീ ജഡ്ജ്മെന്റ്. പ്രീ ജഡ്ജ്മെന്റ് പാടില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അതാണ്. ഇപ്പൊ സാറ് പറഞ്ഞ ലൈനിൽ എന്താന്ന് പറഞ്ഞാൽ, ഒരു സാധാരണ മനുഷ്യൻ എപ്പോഴും റിയാക്ട് ചെയ്യണം. സാധാരണ മനുഷ്യൻ വേറൊരാൾ ദേഷ്യപ്പെട്ടാൽ ഞാൻ തിരിച്ച് ദേഷ്യപ്പെടണം. സാധാരണ മനുഷ്യൻ ഒരുത്തൻ പിച്ചാത്തി കൊണ്ടുവന്നാൽ ഞാൻ വെട്ടുകത്തി എടുത്തോണ്ട് പോകണം. സാധാരണ മനുഷ്യൻ ഒരുത്തൻ ഒരു ചെപ്പക്കുട്ടിക്ക് അടിച്ചാൽ രണ്ടാമത്തെ ചെവിയിൽ ഞാൻ അടി കൊടുക്കണം, ഒന്നല്ല രണ്ടിലും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ പഴയ ഹിപ്പോ ക്യാമ്പസിൽ നമ്മളെ കയറ്റി വച്ചിരിക്കുന്ന തിയറിയാണ് അതെന്നാണ് എൻ്റെ ഒരു തിങ്കിങ് സ്റ്റൈൽ. അപ്പൊ സാധാരണ മനുഷ്യന്റെ ഡെഫിനിഷൻ കൊടുക്കുന്നത്, സാധാരണ മനുഷ്യൻ ഷുഡ് ലിവ് വെരി സാധാരണം. സാധാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? വേറൊരാളുടെ എമോഷണൽ ഡിസ്റ്റർബൻസ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഐ ഷുഡ് നോട്ട് ബി എ പാരാസൈറ്റ് ഹു ലിവ്സ് ഓൺ സംബഡീസ് എമോഷൻ. ഐ ഷുഡ് ബി എ സാധാരണ മനുഷ്യൻ. സാധാരണ മനുഷ്യൻ മീൻസ് സാറിന്റെ വേർഡിനെ കടമെടുക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ വേണമെങ്കിൽ മാറ്റിക്കൊള്ളാം, ഒരു ഐഡിയലിസ്റ്റിക് മനുഷ്യൻ. ഒരു ഐഡിയലിസ്റ്റിക് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ അവൻ എന്നും മനുഷ്യനായിരിക്കണമെന്ന്. മനുഷ്യനാകുമ്പോൾ എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഹ്യൂമേൻ എന്ന് ഒരു ലൈൻ എക്സ്ട്രാ നമുക്ക് പറയുന്നുണ്ട്. ഹ്യൂമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവൻ ബാക്കിയുള്ളവരെയും സ്നേഹിക്കുക. ബാക്കിയുള്ളവരെ സ്നേഹിക്കുമ്പോൾ അവനെ ഈ അൺവാണ്ടഡ് ഡിസ്റ്റർബൻസ് വരാതിരിക്കാം. വരത്തില്ലെന്ന് ചോദിച്ചാൽ വരാതിരിക്കാം. മേ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ആ മേയിനെ നമ്മൾ പതിയെ വില്ലായിട്ട് മാറ്റുവാണെങ്കിൽ, ഇറ്റ് വിൽ എന്ന് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചുകൂടെ നന്മയെ വായിക്കും. അത്രേ ഉള്ളൂ സർ. നമ്മൾ ഈ സാധാരണത്തിനെ ഇപ്പോഴും നമ്മുടെ എന്നെ സപ്പോർട്ട് ചെയ്തത് ശശി സാറാണ്. അല്ലല്ല, ആരാണ് സർ? സജി മാത്യു സാറാണ്. ഷാജി സാർ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു. സാധാരണ മനുഷ്യൻ കുറച്ചുകൂടെ ചിന്തിച്ചാൽ അവൻ ഇതിന് ഡിസ്റ്റർബ് ആകാതിരിക്കുമല്ലോ, അവൻ അൺവാണ്ടഡ്ലി റിയാക്ഷൻ ചെയ്യത്തില്ലല്ലോ എന്ന് പറഞ്ഞു. സാർ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സ്റ്റിൽ കോൺട്രറി ആണോ? ഞാൻ സംശയാലുമാണ്. റൈറ്റ് സാർ. ആദ്യം എല്ലാം അങ്ങനെയായിരിക്കും സാർ. പ്രശ്നങ്ങൾ വരുമ്പോൾ ഒഫൻഡഡ് ആവുന്ന മനുഷ്യരാണ് കൂടുതൽ. ആ ഒഫൻഡഡ് ആകാതെ അതിനെ ബാലൻസ്ഡ് ആയിട്ട് എടുക്കാൻ പറ്റിയെങ്കിൽ, രണ്ടു കൂട്ടരും എടുക്കാൻ പറ്റിയെങ്കിൽ ഓൾ ദ മോർ ബെറ്റർ. മാത്രമല്ല സർ, ഒഫൻഡഡ് ആകുക മാത്രമല്ല, ഈ സന്തോഷങ്ങളും ഒക്കെ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആഹ്ലാദിക്കലും സന്തോഷിക്കലും, വീട്ടിലേക്ക് പുതുതായി വരുമ്പോൾ ഓരോ ദിവസവും പുതുമയൊക്കെ മനസ്സിന്റെ ഊർജവും ഉത്തേജനവും അതിന്റെ പ്ലസന്റ് കണ്ടീഷനും ഒക്കെ അത്യാവശ്യമാണ്. അതിൽ നിന്ന് നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് മാറി നിർമ്മമനായിട്ട് നിൽക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ നിർമ്മമായിട്ട് ടോട്ടലി ഐസൊലേറ്റ് ചെയ്യാനല്ല ഞാൻ പറയുന്നത് സാർ. ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ ഹോളിസ്റ്റിക് സിസ്റ്റത്തിൽ കൂടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഐസൊലേറ്റ് ആകുന്നില്ല. ഫസ്റ്റ് പാർട്ടി ട്രൈസ് ടു ഡിസ്റ്റർബ് മീൻസ് ട്രൈസ് ടു ഇൻഫ്ലുവൻസ് സെക്കൻഡ് പാർട്ടി ഫസ്റ്റ് പാർട്ടി ആൻഡ് സെക്കൻഡ് പാർട്ടി joins together tries to influence third party. When 1 and 2 and third party are getting influenced each other, automatically environment being a fourth party gets that എന്നാണ് നമ്മൾ പറയുന്നത്. സാറ് പറയുന്നത് ട്രൂ ആണ്. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നമ്മളെ പഠിപ്പിച്ച് തന്നിരിക്കുന്നത്, ഞാൻ അതിന് ഒന്നുകൂടെ പറഞ്ഞു തരാം സാർ. ഒരു കാര്യം, സാറും ഞാനും അല്ലെങ്കിൽ സാബു സാറും ഒരു സർപ്പത്തിനെ കാണുമ്പോൾ സർപ്പത്തിനെ കണ്ട അടുത്ത മിനിറ്റ് നമ്മുടെ ദേഹത്ത് ഇമ്മീഡിയറ്റ്ലി എന്ത് സംഭവിക്കും? അഡ്രിനാൽ ചാടും. അപ്പൊ നമ്മൾ ചാടാൻ നിൽക്കും, അല്ലെങ്കിൽ ഒരു വടിയെടുത്ത് കൊല്ലാൻ നിൽക്കും. ബട്ട് വാവ സുരേഷിന്റെ ശിഷ്യന്മാരെ നൂറുകണക്കിന് ആൾക്കാരും എന്താണ്, ആ സർപ്പത്തിനെ കാണുമ്പോൾ അവൻ ഒരു പുഞ്ചിരിയാണ് കാണിക്കുന്നത്. കം എന്ന് പറയുന്നത് അവൻ എടുക്കുകയാണ്. ചിലപ്പം വടി വെച്ചെടുക്കും, ചിലപ്പം കൈ കൊണ്ട് എടുക്കും. ഇത് രണ്ടും എടുത്തിട്ട് അവരൊരു സാക്കിനകത്ത്, ഒരു സഞ്ചിക്കകത്ത് ഇടുന്നു, അല്ലെങ്കിൽ ഒരു കുപ്പിക്കകത്ത് ഇടുന്നു. അവനെ പതുക്കെ വേറൊരു സ്ഥലത്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് ഒരു കാട്ടിനകത്ത് കൊണ്ട് ഇടുന്നു. ഇത് സാധാരണ മനുഷ്യൻ ചെയ്യുന്നതാണോ ചെയ്യാത്തതാണോ സാർ പറയുക?
ഈസ് വാവ സുരേഷിന്റെ ശിഷ്യൻ സാധാരണ മനുഷ്യൻ ആർ നോട്ട്? Yes, yes. അതെ, എത്രയേ ഉള്ളൂ സാർ. എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇളങ്കോയ്ക്കും അത് അനുയോജ്യമാണ്, മീൻസ് ബാധകമാണ്. ഞാൻ സർപ്പത്തിനെ കണ്ടാൽ എനിക്ക് രക്ഷയില്ലെങ്കിൽ ഞാൻ അടിച്ചു കൊല്ലണമെന്നാണ് ഞാൻ ആദ്യം ചിന്തിക്കുന്നത്. ബിക്കോസ് I am being taught, my hippocampus library is having that message only. ആ മെസ്സേജിനെ അത് റൈറ്റ് അല്ല എന്ന് വേറൊരു മെസ്സേജ് വന്നപ്പം ആ മെസ്സേജിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാകാത്ത കാലത്തോളം ഞാൻ സർപ്പത്തിന് അടിച്ചു കൊല്ലും. ഞാൻ വാവ സുരേഷനല്ല എടുക്കുന്നത്. വാവ സുരേഷിന്റെ താഴെ ഒരു 100ാമത്തെ ജൂനിയർ നിൽക്കുന്നവൻ പോലും പിടിക്കുന്നു. ചിലപ്പോൾ കൈകൊണ്ട് പിടിക്കില്ല, അവൻ ഒരു അയൺ റോഡ് കൊണ്ട് എടുക്കുമായിരിക്കും. ആ അയൺ റോഡ് കൊണ്ട് സ്മൂത്തറായിട്ട് എടുക്കുവാണെങ്കിൽ അപ്പോൾ ഹി ഫീൽസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഹലോ കൺജീനിയൽ, മീൻസ് അൺകൺജീനിയൽ സിറ്റുവേഷൻ അല്ല എന്ന് അവൻ ഫീൽ ചെയ്യുന്നു. സുരേഷ്, ഞാനൊരു ക്ലാസ്സിലാണ്, ഞാൻ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. അപ്പം അതാണ് അർജന്റ് അല്ലല്ലോ. ആ, ഞാൻ ഫ്രീ ആയിട്ട് സാറേ, ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന തിയറി എങ്ങനെ വന്നു എന്ന് നമ്മൾ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ആ തിയറിയിൽ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളറാണ്. പല മെഡിസിൻസ് കൊടുത്തിട്ട് ക്യാൻസർ പേഷ്യൻസിനെ സ്മൂത്തറായിട്ട് പെയിൻ റിഡക്ഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അല്ല. ബട്ട് ഈ ജോൺ കബട്സ് എന്ന് പറയുന്ന മാസച്ചൂസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിലുള്ള മൈക്രോബയോളജിസ്റ്റ് ആണ് MBSR എന്ന ഒരു ടോപ്പിക് തുടങ്ങിയത്, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ ടെക്നിക്സ്. അതിലെ ഇദ്ദേഹം എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആണ് ഒരു മനുഷ്യനെ എല്ലാം കൊല്ലുന്നത്. അപ്പോൾ അവനെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻക്ക് വേദനകൾ കുറയും. വേദനകൾ കുറയുവാണെങ്കിൽ അവൻ്റെ സെൽസ് റെജനുവേറ്റ് ചെയ്യും. അവൻ്റെ സെൽസ് റെജനുവേറ്റ് ചെയ്യുമ്പോൾ അവന് അസുഖം പോലും, ക്യാൻസർ അസുഖം പ്രത്യേകിച്ച്, അത് ഡിമിനിഷ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത് ലോകത്തിലെ പ്രസക്തിയായത്. പ്രത്യേകിച്ച് ഹി പ്ലേഡ് വിത്ത് ക്യാൻസർ പേഷ്യൻസ്. He could make many cancer patients painless and many have returned to normalcy എന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് വേൾഡിൽ ഈ മൈൻഡ്ഫുൾനെസ്സിന് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടാൻ തുടങ്ങിയത്. ഈ അക്സെപ്റ്റൻസ് കിട്ടാൻ തുടങ്ങിയതിന് ശേഷം നമ്മളെല്ലാം ഇന്നലെ ചിന്തിച്ചതിന് പകരം ഇന്ന് കുറച്ച് വ്യത്യാസമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുവാണെങ്കിൽ നമുക്ക് ഈ നോർമൽസി, സാധാരണ മനുഷ്യന് ഇതും പറ്റും, സാധാരണ മനുഷ്യന് ഇതും പറ്റും, സാധാരണ മനുഷ്യന് തലകുത്തനെ നിൽക്കാൻ പറ്റും, സാധാരണ മനുഷ്യന് കാല് മുകളിൽ വെച്ചിട്ട് കൈകൊണ്ട് തൊടാൻ പറ്റും എന്നൊക്കെ നമുക്ക് തോന്നാൻ തുടങ്ങുന്നത്. സാറിന് ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. സാറിപ്പം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു യോഗ പഠിക്കുന്ന സ്ഥലത്ത് ഒരു 50 പേരോ 100 പേരോ പഠിക്കുന്ന ഒരു സ്ഥലത്ത് അവരുടെ അടുത്ത് പറയുക, നിന്റെ പാദത്തിനെ എടുത്ത് നിന്റെ തോഴത്ത് ഇടാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുക. അവർ ഇമ്മീഡിയറ്റ്ലി കാല് നോക്കി ഇങ്ങനെ ഇട്ട് തരും. അപ്പം അവർ സാധാരണ മനുഷ്യരാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അവർ കുറെ കാലം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സാധാരണ മനുഷ്യനല്ല എന്ന് പറയും. ബട്ട് ദേ ആർ കോമണേഴ്സ്. അപ്പൊ നമ്മൾ ഈ കോമണേഴ്സ് എന്ന് പറയുന്നതിന് കുറച്ച്, അതാണ് ഈ മൈൻഡ്ഫുൾനെസ് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. യു ക്യാരി ഓൺ പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ബൈ വിച്ച് യു ബിക്കം ദ കോമണർ ഹു നോസ് ദീസ് ഓൾ തിങ്സ്. ശരിയാണോ സാർ? സാർ ലെനോവോ ഇട്ടിരിക്കുന്നത് സാറിന് പേര് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് പേര് വിളിക്കാൻ പറ്റുന്നില്ല. സാറിന്റെ ഞാൻ ഇത് എന്താണെന്ന് അറിയാമോ, ഇത് ഇങ്ങനെ നമ്മളൊരു മൈക്രോ ലെവലിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. എൻ്റെ പേര് ഡോക്ടർ ശുദ്ധോധനൻ എന്നാണ്. ഞാൻ ശുദ്ധോധനൻ. അതെ. അപ്പൊ ഞാൻ ഇതില് ഈ സംശയ നിവാരണങ്ങളും വരുത്തി പോണമെന്നുള്ളത് കൊണ്ടാണ്. അതാണ് സാർ ഞാൻ പിന്നെയും ഓപ്ഷൻ തരുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വൺ വേ ഈ സ്പീക്കർ പോലെ കോളാമ്പി പോലെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സാറിന്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തു, ഐ വിൽ ഗെറ്റ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഞാൻ 1 മണിക്കൂർ ഇതായിട്ടില്ല. മിസ്സസ് ഇമ്മീഡിയറ്റ്ലി കോഫി കൊണ്ടുവന്ന് തന്നു. ആ മിസ്സസ് എനിക്ക് വേണ്ടി സപ്പോർട്ടീവായിട്ട് പണിയെടുക്കുന്നു. ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ളതോ അല്ലെങ്കിൽ ഞാൻ പഠിച്ചതോ അല്ലെങ്കിൽ ഞാൻ ഡിറൈവ് ചെയ്തതോ പറയാൻ ശ്രമിക്കുന്നത്. അത് പറഞ്ഞു തരുമ്പോൾ ബാക്കിയുള്ളവർക്ക് കിട്ടിയെന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ ഐ വിൽ ഫീൽ പ്ലഷർഫുൾ. അതല്ലെങ്കിൽ
normally, of course, energy is never lost. It is neither created nor destroyed. It transforms one form to another form എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും another last ഒരു ഫോം ഉണ്ട്, വേസ്റ്റ് ഫോം എന്ന്. അപ്പൊ വേസ്റ്റിലോട്ട് പോയില്ല എന്ന് ഞാൻ ചിന്തിക്കണമെങ്കിൽ I appreciated your presentation and also the openness. പിന്നെ ഈ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു പോകുന്ന തൊഴിലാളി അല്ലെങ്കിൽ ആ ജാഥയിൽ ഉള്ള ഒരാളല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ചോദിച്ചതാണ് കേട്ടോ. അല്ല, സാറ് ചോദിക്കണം സാർ, എല്ലാവരും ചോദിക്കും. എന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം 100% പെർഫെക്റ്റ്. ഇറ്റ് മൈറ്റ് ബി അക്സെപ്റ്റബിൾ ടു ഇളങ്കോ സിൻസ് ഇളങ്കോ ഈസ് ഇൻ ദാറ്റ് എൻവയോൺമെന്റ്. ബാക്കിയുള്ള ആൾക്കാരുടെ വേറൊരു എൻവയോൺമെന്റിൽ നിൽക്കുന്ന ആളോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ജീവിക്കുന്ന ഒരാളുടെ അടുത്തോ ഇത് 100% അക്സെപ്റ്റബിൾ ആകണമെന്നില്ല. ഇപ്പോൾ സാർ ഒരു കാര്യം ചെയ്യുക, സിദ്ധ ഡോക്ടറും ഒരു ആയുർവേദ ഡോക്ടറും ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറും ഒരു ഹോമിയോപ്പതി ഡോക്ടറും ഡോക്ടേഴ്സ് ആണ് ഹു ആർ ട്രൈങ് ടു ട്രീറ്റ് പേഷ്യൻസ് ദാറ്റ് ഹ്യൂമൻ. അവരുടെ 4 പേരുടെ പറയാം, 4 പേർ 4 കോൺട്രറി മെസ്സേജസ് ആണ് ഒന്നിനൊന്ന് പറയുന്നത്. You are treating only symptom. I am trying to treat the cause. Third party is saying that I am trying to treat only root cause. ഈ ഡിബേറ്റ് വരെ ഞാൻ കേട്ടവനാണ് സാർ, അതുകൊണ്ടാണ് ഇത്. അപ്പോൾ ഓരോരുത്തർക്കും അവരവർ വന്ന പാത്വേ ഈസ് ഫൗണ്ട് ടു ബി ബെറ്റർ. അതിനാണ് മൈൻഡ്ഫുൾനെസ് ട്രൈസ് ടു ടീച്ച് വൺ മോർ തിങ്. Try to close the pathway which you are already having it and try to make a new neural pathway by which you can define yourself in a better manner. അപ്പോൾ പുതിയ ന്യൂറൽ പാത്വേ വേണമെങ്കിൽ നമ്മൾ പുതിയ രീതിയിൽ ചിന്തിക്കണം, ഇന്നലെ വരെ അല്ല. ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഒരു ഹീലർ ബാബു സാർ വേണമെങ്കിൽ അടിച്ചു നോക്കുക, അനാട്ടമിക് തെറാപ്പി എന്ന് പറയുന്നതാണ് അങ്ങേരുടെ വെബ്സൈറ്റിന്റെ പേര്. അയാളെ ഹീലർ ബാബു എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. പുള്ളി പറയുന്നത് മോഡേൺ മെഡിസിൻ, അലോപ്പതി മെഡിസിൻ ഒന്നുമേ കഴിക്കേണ്ട ആവശ്യം ഇല്ല. എന്തിനാ കഴിക്കുന്നു? He says only 3 things. Either something is missing or something is non-functional or something is deficient. നിനക്ക് സിങ്ക് കുറവായിരിക്കാം, സിങ്ക് ഇല്ലാതിരിക്കാം, സിങ്ക് കാണും പക്ഷെ അത് ഫങ്ഷൻ ചെയ്യുന്നില്ല, ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിനെ നീ അതിനെ റീആക്ടിവേറ്റ് ചെയ്യാൻ പോരേന്ന്. എനിക്ക് ഐ ലൈക്ക് ഹിസ് തിയറി, സോ ഐ അക്സെപ്റ്റഡ് ആൽമോസ്റ്റ് സിമ്പിൾ മാനർ. അതുകൊണ്ട് അയാളുടെ ഫോളോവർ എന്ന് വെച്ചാൽ ഞാൻ ഫോളോവർ ഒന്നല്ല, ഐ ആം എ ക്രിട്ടിക് ടു. ബട്ട് ചിലർ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ ചോദിച്ചു ചോദ്യം, വൈ ഡിഡ് ഐ അക്സെപ്റ്റ് ഈസ് സിമ്പിൾ ചോദ്യം. ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ കണ്ണ് ഡോക്ടറെ അടുത്ത് പോയി കണ്ണിന് കണ്ണട ഇടുന്നുണ്ട്, എന്തെങ്കിലും കണ്ണട ഇട്ടതിന് ശേഷം നിങ്ങളെ കണ്ണട മാറ്റി വയ്ക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ? സാബു സാർ? ഇല്ല. ഇല്ല എങ്കിൽ ഈസ് എ കണ്ണ് ഡോക്ടർ? കണ്ണ് ഡോക്ടർ ഈസ് എ ഡോക്ടർ who rectifies the problem and makes you normal. Number 2, that same Kannu doctor, he himself could not rectify himself. He is wearing goggles. പിന്നെ എന്തിനാ നീ അവനടുത്ത് പോകുന്നു? ഇങ്ങനെയാണ് അങ്ങനെ ചോദ്യം ചോദിച്ചു. അതാണ് എനിക്ക് അട്രാക്ഷനായി ഞാൻ അയാളെ കുറച്ച് കേൾക്കാൻ നല്ല രീതിയിലാണ്. അപ്പം ഹിസ് തിയറി ഈസ് വെദർ റൈറ്റ് ഓർ റോങ് ഐ ഡോണ്ട് നോ, because that is not my problem. I have not gone for evaluation, but the way he presented, I loved it. ഞാൻ അതാണ് പറയാവുന്നത്. നമ്മൾ ഇന്നലെ വരെ എപ്പോഴും ഡോക്ടറാണ് എൻ്റെ എല്ലാം എന്ന് വിചാരിച്ച ഒരു സമയത്ത് ഇയാൾ പറഞ്ഞത് പിന്നെയും കൂടെ കൊള്ളാമല്ലോ, ശരിയാണ്. ഒരു കണ്ണ് ഡോക്ടറിന് അങ്ങേരുടെ കണ്ണിന് നോർമലാക്കാൻ പറ്റിയില്ല, എൻ്റെ കണ്ണിനെ നോർമലാക്കാൻ പറ്റിയില്ല. ഞാൻ കണ്ടിട്ടപ്പം കുറച്ചുകൂടെ ഗ്ലാസ് കൂട്ടി വേണം പോകാൻ പറഞ്ഞ് ഓരോ 6 മാസം 8 മാസം കൂടുമ്പോൾ പിന്നെ എന്താണ് ചെയ്യുന്നത്? അപ്പം അയാൾ കണ്ണ് ഡോക്ടർ അല്ലല്ലോ എന്നാണ് ഈ ഹീലർ ഭാസ്കർ ബാബു അല്ല, സോറി, ഹീലർ ഭാസ്കർ ഈസ് ക്ലെയിമിങ്. അപ്പം ഇങ്ങനെ there are innumerous area where we have to analyze ourselves. ഈ അനലൈസിങ്ങില് ഒറ്റ കാര്യം മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്, അത് സിമ്പിൾ, live happily, live in the present, do not have anxiety, do not have depression, and you can enjoy not only yourself, you can influence your immediate family.
In case you can influence your immediate family, you can influence your extended family too. In case you can influence your extended family too, you can influence others too, whom you can meet and talk and discuss. ഇതാണ് ഹോളിസ്റ്റിക് സിസ്റ്റത്തിലെ ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ച ഒരു സിംപ്ലസ്റ്റ് ഏരിയ. സോ നമുക്ക് ഒരു മെഡിറ്റേറ്റീവ് പ്രാക്ടീസ് കൂടെ ചെയ്തിട്ട് നമുക്ക് ഫർദർ ഡിസ്കഷനിലോട്ട് ഇരിക്കാമെന്ന് വിചാരിച്ച് വി ക്യാൻ ഗോ ഫോർ എ സ്മോൾ മെഡിറ്റേഷൻ ഓഫ് 5 to 10 minutes. അപ്പം ഞാൻ എന്നും പറഞ്ഞു തരുന്ന പോലെ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് പാദങ്ങൾ രണ്ടും ഗ്രൗണ്ടിൽ ഫേം ആയിട്ട് വെക്കുക. പാദങ്ങൾ ഫുള്ളും സ്ട്രൈറ്റ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത് പോലെ, കാലിൻ്റെ കുറച്ച് പോർഷൻസ് അല്ല. ബിക്കോസ് ടു ഹാവ് മോർ സ്റ്റെബിലിറ്റി വെൻ യു. അപ്പം സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നതോടെ ഒപ്പം കഴുത്ത് നിമിർത്തിയിരിക്കുക. നിങ്ങളുടെ ഓൺ ആംഗിളിൽ പതിക്കുക. അവിടെ പതിച്ചിട്ട് കൈ രണ്ടും തുടയുടെ മുകളിലോ ആംറെസ്റ്റിന്റെ മുകളിലോ തുറന്ന രീതിയിൽ വെക്കുക. വെച്ചിട്ട് ട്രൈ ടു ടെൽ യുവർ ബ്രെയിൻ ആൻഡ് മൈൻഡ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഡു മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. വെൻ യുവർ മൈൻഡ് സേസ് ഓക്കെ, ക്ലോസ് യുവർ ഐസ്. ഓക്കെ പറയുമ്പോൾ മാത്രം ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യേണ്ടത്. പതിയെ ക്ലോസ് ചെയ്തിട്ട് then start have 5 deep breaths. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now shift your attention to your normal breath. Inhale, exhale, inhale, exhale. Continue for some time. Now shift your attention to your body while you scan from top to down. So your head, forehead, eyes, nose, mouth, cheeks, ears, neck, total head portion, again bring your attention to total head portion.
Now bring your attention to shoulder, chest, stomach, abdomen, hands, upper hands, lower hands, wrist, palms, fingers, upper back, lower back, glute, total body portion or torso. Bring your attention to total body portion or torso. Thighs, knee joints, leg, ankle, palms, fingers. Now bring your attention to the total body from top to bottom. Now shift your attention back to breath. Inhale, exhale. Inhale, exhale. Now shift your attention to your thoughts. Let the thought come and let the thought go. Never get to hang. Just look as a third party or eagle's eye view that how many thoughts are coming to you and how many are going. Never try to hold any thoughts. Now shift your attention back to your breath. Inhale, exhale. Inhale, exhale. Inhale, exhale. Now shift your attention to the emotions which is coming in your body, trying to influence your body enzymes. Try to point it with shape, size, and you can give color, different colors, whatever you feel according to your emotional
deviations or differences. Now shift your attention back to breath. Inhale, exhale, inhale, exhale, inhale, exhale. Now shift your attention to the environment where you may have different sounds, different noises, different voices. It might be within the building, within your room, out of your room, and from next neighbor's area, or somewhere distance from road, some vehicle, or anything. Try to notice the sounds. Now back your attention to your breath. Inhale, exhale, inhale, exhale, inhale, exhale. Now start to have deep breaths. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now tell your brain and mind that you may open your eyes after as you are trying to complete your meditation. If it says yes, before opening the eyes, take out both the hands together and rub. Make warmness, touch your eyes, ears, and neck portion. Once again, eyes, earlobes, neck portion. When it says yes, try to open the eyes slowly, extremely slower. Okay. I hope all would have completed. If completed, you can come in videos and try to give me feedback. Yes, Joshi sir. Sir, mic off on. സാറേ ഞാൻ ഇന്ന് ഇതിങ്ങനെ ഓൺ ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. Sir. എൻ്റെ മൈൻഡ് അത്ര മൈൻഡ്ഫുൾ അല്ലായിരുന്നു. Okay. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് അതങ്ങോട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് Okay. മറുപടി പറയാനും മാത്രം അല്ല. ഞാൻ പലരും ഇപ്പോൾ ഷായി സാറും സുഹോദരൻ സാറും ഒക്കെ പറയുന്നതൊക്കെ ഞാനിവിടെ കേൾക്കുന്നുണ്ട്, സാറിന്റെ ക്ലാസ്സും കേൾക്കുന്നുണ്ട്. പക്ഷെ Fine, എനിക്ക്
പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഗ്രാസ്പ് ചെയ്യാവുന്ന ഒരു ഭൗതിക അന്തരീക്ഷം അല്ലായിരുന്നു. ഓക്കെ, എങ്കിലും എൻ്റെ മൈൻഡ്ഫുൾ ശരിയാക്കാൻ വേണ്ടി ഞാൻ കേട്ടോണ്ട് അങ്ങനെ ഇരുന്നതാണ്. നല്ല കാര്യം സാർ. സാർ ഓരോ മനുഷ്യനും ഇൻക്ലൂഡിങ് ഇളങ്കോ, ഞാൻ 13 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യും. എനിക്ക് പോലും പെട്ടെന്ന് സാർ പറഞ്ഞതുപോലെ തോട്ട് പ്രോസസ്സോ എമോഷൻസോ വരാതെ ഒന്നും ഇരിക്കില്ല. വെറും only thing is I come back very quickly that I moved out of my mindfulness എന്ന് പറഞ്ഞു പോയി പിടിച്ചു കൊണ്ടുവന്ന് തിരിച്ച് എൻ്റെ ആ പൊസിഷനിലിരുന്ന് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യിപ്പിക്കും. എവിടെ വിട്ടോ അവിടെ നിന്ന് തുടങ്ങിപ്പിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓരോ മനുഷ്യനും ഇൻക്ലൂഡിങ് തിക് നാട്ട് ഹാ എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് മോങ്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത്. അദ്ദേഹത്തിന് ഇപ്പം 10-11 മാസമായി ഇവിടെ നിന്ന് ഭൂലോകത്തിരുന്ന് വിട്ടിട്ട്. അപ്പം അന്ന് പറയും അദ്ദേഹം പോലും പെർഫെക്റ്റ്ലി ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം പറ്റും. ചിലർക്കൊക്കെ ഒരു 5 മിനിറ്റ് വരെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ ചെയ്യാൻ പറ്റും. അടുത്ത ആൾക്ക് 10 മിനിറ്റ് വരെ ചെയ്യാൻ പറ്റും. അടുത്ത ആൾക്ക് 3 മിനിറ്റേ പറ്റത്തുള്ളൂ. ഒരാൾക്ക് 1 മിനിറ്റേ പറ്റത്തുള്ളൂ. ഇതെല്ലാം ജോഷി സാറ് പറഞ്ഞ പോലെ ഓരോരുത്തരും ഓരോരോ എൻവയോൺമെന്റിൽ ഓരോരോ ഡിസ്റ്റർബൻസിൽ അല്ലെങ്കിൽ ഓരോരോ വർക്കിന് ഇപ്പം തന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മണിക്കൂർ വേറൊരു പണി ഓഫീസിലുള്ള പണി കയ്യിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് പടപടാന്ന് ചെയ്യണമെന്നാണ് ഞാൻ ഇരിക്കുന്നത്. 8:30 കനൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അത് ആയല്ലേ. അപ്പം അങ്ങനെയും ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലാണ് മനുഷ്യരെല്ലാം എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് സാർ. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. ബട്ട് ആസ് ലോങ് ആസ് യു ഇന്റന്റ്, ആസ് ലോങ് ആസ് യു ട്രൈ, ആസ് ലോങ് ആസ് യു പ്രാക്ടീസ്, ആസ് ലോങ് ആസ് യു ആർ ഇൻ ദിസ്, യു ആർ ദി ബെസ്റ്റ് പ്രാക്ടീഷണർ. അത്രേ ഉള്ളൂ സാർ. തീർച്ചയായിട്ടും ഞാൻ അതിൽ നിന്ന് കരകയറും. ഇപ്പൊ തന്നെ കുറച്ച്, കാരണം പെട്ടെന്നുണ്ടായ സംഭവമാണ്. അതായത് പലരും കൂടി ഒരു കാര്യം ചെയ്യാനായിട്ടെല്ലാം മുന്നോട്ട് വന്നിട്ട് കറക്റ്റ് ക്രിട്ടിക്കൽ മൂവ്മെന്റിലായപ്പോ എല്ലാവരും നമ്മളെ ഇങ്ങനെ അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് പിൻവാങ്ങിക്കളഞ്ഞു. അതുകൊണ്ടുണ്ടായ ഒരു ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അല്ല, അതിന് സാറ് മൈൻഡ്ഫുൾ ആയിട്ട് തിങ്ക് ചെയ്യുവാണെങ്കിൽ യു ആർ ദ ഓൺലി റൈറ്റ് പേഴ്സൺ ടു സ്റ്റാൻഡ് ഓവർ ദ അഗ്നിപർവ്വതം എന്ന് ആരോ തീരുമാനിച്ചത് കൊണ്ട് സാറിന് അസൈൻമെന്റ് തന്നു. അത്രയേ ഉള്ള കാര്യം. പല സമയങ്ങളിൽ നമ്മുടെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കൊണ്ട് ഓരോരുത്തർ എത്തിപ്പിക്കുന്നത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതിന് തന്നെ എൻവയോൺമെന്റ് ട്രൈസ് ടു ഇൻഫ്ലുവൻസ് us in one or other manner. അപ്പം അതിനകത്ത് ഇൻഫ്ലുവൻസ് ആകണോ വേണ്ടയോ എന്ന് നമ്മൾ കുറച്ചുകൂടെ ശീലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ സംടൈംസ് വി മേ നോട്ട് ഗെറ്റ് 100% ഇൻഫ്ലുവൻസ്, ഹവർ വി വിൽ ഗെറ്റ് ഇൻഫ്ലുവൻസ്. ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് പറയാം. അതായത് ഒരു വഴി, നമുക്കൊരു റോഡ് ഇങ്ങോട്ട് വരുന്നു. അപ്പൊ അതിനെ കുറെ മരം വെട്ടാനുണ്ട്, ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഈ വഴിയുടെ നടുക്കുണ്ട്, ഇത് മാറ്റണം, അതിനുള്ള പൈസ ചെലവ്. അപ്പൊ ഇതെല്ലാവരുടെ കൂടി ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് വന്നപ്പോ ഇതിന് നല്ല പൈസ ചെലവ് വരും, പുറകെ നടക്കാനുണ്ട്. എല്ലാവരും അങ്ങ് കൈയടിക്കും, നമ്മുടെ തലയിലേക്ക് കൊണ്ട് വെച്ചിട്ട് അവർക്കാർക്കും ഇപ്പൊ റോഡ് വേണ്ട എന്നുള്ള നിലയിലേക്ക്. ഓക്കെ, ഇതാണ് എല്ലാവരും ലോകത്തിലെ. ബട്ട് വൺ തിങ് ഇസ് ഷുവർ സാർ, ഒരു കാര്യം എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ഒരു തിയറി സത്യം ആണെങ്കിൽ സാറിന് ഇതെല്ലാം കിട്ടുമ്പോൾ വേറൊരാൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചാലും എവിടെയോ എന്തൊക്കെയോ പിന്നെ കിട്ടാതും കാണും. ഇത് ചിലപ്പോൾ റോഡ് കിട്ടുമായിരിക്കും, വേറെ എന്തോ ഒരു കാര്യം കിട്ടാതെ പോകും. അപ്പം എവിടെ പോയാലും നമ്മൾ ആ മാധ്യമത്തിൽ അല്ലെങ്കിൽ സ്റ്റെബിലൈസ്ഡ് ലെവലിലേ പറ്റത്തുള്ളൂ. ഒരാൾ സാറിന് പൈസ തരാതെ അയാൾ ഗുബേറിനാവും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈസ് ടോട്ടലി അറ്റ് റോങ് ഫുട്ട്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് സാർ കൂടുതലൊന്നും വിഷമിക്കുന്നില്ല. ഞാനതിൽ പിന്നെ ഇത് ഒരു ഉച്ച കഴിഞ്ഞിട്ട് 2-3 മണിയായപ്പോൾ ഉണ്ടായതാണ്. ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ റിക്കവർ ചെയ്ത് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. അല്ല, അതിന് സാറ് ഒന്നുകൂടെ ആലോചിക്കുവാണെങ്കിൽ യു വിൽ ഹാവ് അഗൈൻ ഡിഫറെന്റ് ഡിസിഷൻ മേക്കിംഗ്. ലൈഫ് സ്കില്ലിലെ ഒരു പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഈ 4 സാധനങ്ങളുണ്ട്. അപ്പൊ സാറിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാർ എന്ത് ഡിസിഷൻ എടുക്കുന്നു, ആ ഡിസിഷനെ ക്രിയേറ്റീവ് റൂട്ട് കൂടെയും എടുക്കാം, ക്രിട്ടിക്കൽ റൂട്ട് കൂടെയും ഡിസിഷൻ എടുക്കാം. അത് മാറ്റണമെങ്കിൽ സാർ മാറ്റാം.
അതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് മൈൻഡ്ഫുൾനെസ്സിനകത്ത് ഈ ലൈഫ് സ്കില്ലും കൂടെ ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മാറാമെന്ന്. സാബു സാർ വേറെ യാത്രയിലാണോ സാർ? ഞാൻ കോട്ടയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, നല്ല കാര്യം സാർ. സാർ, ഇതിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പാർട്ടൂടെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ സ്കില്ലിനെ ഒന്ന് റീഎസ്റ്റാബ്ലിഷ് ചെയ്ത അങ്ങനെയുള്ള സൊല്യൂഷൻ മാറ്റാനുള്ള ഒരു ഇവിടെ ഉണ്ടല്ലോ. അതെ സാർ, അതെ. അതുകൊണ്ടാണ് ഞാൻ ജോഷി സാർ ചോദിച്ചപ്പം ആ ലൈഫ് സ്കില്ലിനെ കുറിച്ച് പ്രത്യേകിച്ച് അതിൽ 4 സ്കിൽസ്: പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്. ഈ 4 സാറിന്റെ ഈ ഏരിയയിൽ ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെ ചെയ്യണമെന്ന് സാർ ചിന്തിച്ചു കൊടുക്കാം. പെട്ടെന്ന് അപ്രതീക്ഷിതമായി പോയി, എല്ലാവരും ഉണ്ടെന്ന്. അതെ സാർ, അങ്ങനെയായിരിക്കും. എന്നതുപോലെ സാറ് അതിനെ ഇങ്ങനെ ഒരു റിസൾട്ട് വരാൻ പാടില്ല എന്ന് ചിന്തിച്ചിരുന്നോണ്ടാണ് അപ്രതീക്ഷിതമായി എന്ന് പറഞ്ഞത്. There is a probability that everybody may jump out of this particular action. സാർ ഒരു ഓപ്ഷൻ കൊടുത്തില്ലായിരുന്നു അവിടെ. സാറ് വിചാരിച്ച എല്ലാവരും പാർട്ടിസിപ്പന്റ് ആയിരിക്കുമെന്ന്. കോൺട്രാക്ടറുമായിട്ട് ഞാനാണ് ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി. അയാൾക്ക് വാദത്തും കൊടുത്തു, ഞങ്ങൾ ഇതെല്ലാം ചെയ്തു തന്നോളാം. എങ്കിലേ പുള്ളിയായിട്ട് പോകാൻ. പക്ഷെ സമയമായപ്പോ എല്ലാരും പിരിഞ്ഞു, നമ്മളായി. അത് സാറിന് ആൾട്ടർനേറ്റീവ് എന്ത് ചെയ്യണോ ചെയ്യുക. അതേ അത്രേ ഉള്ളൂ. സ്മൂത്ത് ആയിട്ട് ബി കാം. പ്രധാന വഴിയാണോ ജോഷി സാറേ? എന്റെ വീട്ടിലേക്ക് വന്ന ഒരു പുതിയൊരു നമ്മൾ തന്നെ പുറകെ നടന്നുണ്ടാക്കിയതാണ്. അപ്പൊ വേറെ ഗുണഭോക്താക്കളുണ്ട്. വേറെ 2-3 പേര് തുടക്കത്തിലെ തന്നെ ഞങ്ങൾക്ക് വണ്ടിയില്ല, ഞങ്ങൾക്ക് വഴിയും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരങ്ങ് ആദ്യമേ പിരിഞ്ഞു. പിന്നെ കൂടെ നിന്ന് 2-3 പേരുണ്ട്. അവര് ഏറ്റവും അവസാനം വന്നപ്പോ അവര് ഈ പൈസ ഇത്രയും ചെലവാകുമെന്ന് കണ്ടപ്പോ പയ്യെ പിരിഞ്ഞു കളഞ്ഞു. എത്ര രൂപ സാർ ചെലവാകുന്നേ? അറിയില്ല, ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അറിയില്ലല്ലോ. ഈ ഒരു 11 kV പോസ്റ്റാണ് മാറ്റേണ്ടത്. അത് തന്നെ വലിയ പാടാ ഇന്നത്തെ കാലത്ത്. തിരിക്കുമ്പോ അതിന്റെ ബുദ്ധിമുട്ട്. 11 kV പോസ്റ്റ് മാറ്റിയാലേ വഴി വരുള്ളൂ, അതാണോ? എന്നാലേ അവർക്ക് ഇങ്ങോട്ട് മണ്ണ് പോലും അടിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അതൊരു ഒബ്സ്റ്റാക്കിൾ ആയിട്ട് നിൽക്കുക അല്ലേ? അതവിടെ അത് തന്നെ. ഓക്കെ, നമുക്ക് മൈൻഡ്ഫുൾനെസ്സിലൂടെ അതൊന്ന് ആലോചിച്ച് നോക്കാം. അതെ, റീതിങ്ക് ചെയ്യുമ്പോൾ എല്ലാം ഒട്ടും ഇമോഷണൽ ആകാതെ അതിന്റെ സൊല്യൂഷനിലേക്ക് എങ്ങനെ പോകാമെന്ന്. ഞങ്ങൾ ഇന്നലെ മരം വെട്ടി കേട്ടോ. മരം വെട്ടിയപ്പം ഈ 2-3 കൂട്ടരൊക്കെ സഹകരിച്ചു. അതിന് 10,000 രൂപ വെട്ടിയാർക്ക് ഒരു പാർട്ടിലേ ഉള്ളൂ. ഇനി വേറെയും പെട്ടാനുണ്ട്. അത് അവരെടുത്ത് തന്നു, അവരോട് ഷെയർ ചെയ്തു. ഇതിന് കുറെ കൂടെ പൈസ കൂടുതലാകും, പിന്നെ ഇതിന് നടക്കണം, കുറച്ച് നടപ്പുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന അതിൽ നിന്നെല്ലാം അവരൊക്കെ പിൻവലിഞ്ഞു. സാറേ, അത് ഇച്ചിരി എമോഷണൽ ആയിട്ട് മൈൻഡ്ഫുൾ ആകണം, എന്നാലേ അത് സോൾവ് ആവുകയുള്ളൂ. സാർ, അവിടെ ഒരു സ്കില്ല് പ്രയോഗിക്കണം. ആ സ്കില്ല് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഓക്കെ, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എനിക്കൊരു റിലീഫിന് വേണ്ടിയിട്ടും കൂടെ ഞാനങ്ങ് പറഞ്ഞതാണ്. ആ ഒരു മൈൻഡിലിരുന്നു. നമുക്ക് ശരിയാക്കാം സാറേ, നമുക്ക് ശരിയാക്കി എടുക്കാം. സാർ വെച്ചത് വെയിറ്റ് ചെയ്യും. ഓക്കെ. അതെ, സാറിന് റിസൾട്ട് വരും. അല്ല, ഉള്ള പ്രശ്നം ഒത്തിരി ഉണ്ടാകും അല്ലെ? റിസൾട്ട് ഉണ്ടാകും. അല്ല, മാർച്ച് 1 ഈ മാർച്ചിൽ ഈ പരിപാടി നടക്കണം. ഇതൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഈ 5 ഘട്ടത്തിൽ ഒരു കോൺട്രാക്ട് ഇത് എടുക്കുകയല്ലായിരുന്നു. ഞാൻ ഒരുത്തനെ നിർബന്ധിച്ചെടുപ്പിച്ചതാണ്. വലിയ പാടാ സാർ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ചെയ്തെടുക്കണമെങ്കിൽ. അതെ, ഇവരെ ഒരു കോൺട്രാക്ടും പിടിക്കില്ല. കാരണം സർക്കാർ പൈസ കൊടുക്കില്ലെന്നും പറഞ്ഞോണ്ട്. ഈ സർക്കാരിന്റെ പൈസ കിട്ടില്ല. ശാന്തമായിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, എന്തായാലും പറയാനുണ്ടോ? ഷാജി സാർ പറഞ്ഞോ. അതെ സാറേ, ഈ പറഞ്ഞ പോലെ ഓരോരോ ഇപ്പം എന്റെ നമ്മുടെ ഇളങ്കോ സാറ് ഓഫീസിൽ നിന്ന് വന്നിട്ട് നേരെ കയറി ഇരുന്നോ? റിലാക്സേഷൻ കൊടുക്കണ്ടേ? അല്ല, സാജി സാർ എന്താ പറയാനത് പറയട്ടെ സാർ. ഒന്നുമില്ല സാറേ, ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് സമയം വേണം, അതുകൊണ്ട് വേണ്ട. ഓക്കെ, എല്ലാവരും തിരക്കിലല്ല സാർ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ഓക്കെ, ഇളങ്കോ സാർ, വൺസ് അഗൈൻ താങ്ക് യു. താങ്ക്സ് എ ലോട്ട് സാർ. താങ്ക് യു സർ. See you and good night. See you. Good day, sir. Thank you, sir. Good night.
Thank you, sir.